നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം
ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ നാരായണ നാരായണ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വദാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. മകരമാസ പുലരിയിൽ ഏവർക്കും ഉത്തരായന ആശംസകൾ. മകരപ്പൊങ്കൽ വാഴ്ത്തുക്കൾ. എല്ലാം നിറവിൻ്റേതാവട്ടെ, ഐശ്വര്യത്തിൻ്റേതാവട്ടെ, സമാധാനത്തിൻ്റെ ദിവസങ്ങളാകട്ടെ, സമൃദ്ധിയുടെ ദിവസങ്ങളാകട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും. എല്ലാവരും ആരോഗ്യവാന്മാരായി, ആരോഗ്യവതികളായി, സന്തോഷത്തോടുകൂടി ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. എല്ലാവർക്കും മകരപ്പൊങ്കൽ, മകരസംക്രാന്തി, ഉത്തരായണം എല്ലാ ആശംസകളും. താങ്ക് യു. നാരായണ നാരായണ. അപ്പം നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ തുടരാം. 3-4 ദിവസം ബ്രേക്കായി. എല്ലാവർക്കും അറിയാം, അസുഖം കാരണം. നല്ല ഭേദമുണ്ട്, 100% ആയിട്ടില്ല എന്ന് മാത്രം. അത് തന്നെ ആയിക്കോളും. നമ്മൾ അതിനു വേണ്ടി കാത്തിരുന്നാൽ അതാവില്ല. അപ്പോൾ അല്പം ചുമയുണ്ട്, അത് തന്നെ മാറിക്കോളും. നമ്മളെ പേടിച്ചോടിക്കോളും. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ തുടരാം. നാരായണ. നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിൽ തൃതീയ സ്കന്ധം 22-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പകുതിയോളം കണ്ടു. ഇനി കുറച്ച് ബാക്കിയുണ്ട്. അതിൽ കർദമ ദേവഹൂതി വിവാഹത്തിൻ്റെ അധ്യായമാണ്. മനുവും കർദമ പ്രജാപതിയും തമ്മിലുള്ള ആ ഒരു സംവാദം നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടു. 22-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള ഭാഗം മനുവിൻ്റെ സംവാദവും മനു കർദമ പ്രജാപതിയോട് പറഞ്ഞതും 15 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ കൊണ്ട് കർദമ പ്രജാപതി പറഞ്ഞ മറുപടിയും കണ്ടു. ഇനി അത് കഴിഞ്ഞ് നടക്കുന്ന സംഭവം ദേവഹൂതി കർദമ വിവാഹമാണ്. ആ വിവാഹം നല്ല രീതിയിൽ കന്യാദാനമായി നടത്തിയിട്ട് സ്വയംഭുവ മനുവും ശതരൂപാദേവിയും മകൾക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം വേണ്ട പോലെ ഉപദേശിച്ച ശേഷം ധാരാളം സമ്മാനങ്ങളുമൊക്കെ മകൾക്ക് കൊടുത്ത് സങ്കടത്തോടെ, വിരഹദുഃഖത്തോടെ മകളോട് യാത്ര പറഞ്ഞു പോകുന്ന ദമ്പതികളെ കാണാം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ മനുവിൻ്റെ തപസ്സാണ് അവസാന ഭാഗം.
പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച ശേഷം മനു തപസ്സിന് പോയതും അദ്ദേഹം തപസ്സിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതുമായിട്ടുള്ള ജീവൻ മുക്തനായിത്തീരുന്ന ആ ഭാഗവുമാണ് അവസാന ഭാഗം. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഈ അധ്യായം വായിക്കാം. 22-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയസ്കന്ധേ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 22-തമോऽധ്യായः. മൈത്രേയ ഉവാച. ഏവമാവിഷ്കൃതാശേഷഗുണകർമ്മോദയോ മുനിം സവ്രീഡൈവ തം സമ്രാട് ഉപാരതം ഉവാച. മനുർവാച. ബ്രഹ്മാസൃജത്സ്വമുഖതോ യുഷ്മാൻ ആത്മപരീപ്സയാ ഛന്ദോമയസ്തപോ വിദ്യായോഗയുക്താൻ അലംബടാൻ യത്രാണായാസൃജച്ചാസ്മാൻ ദോസഹസ്രാത് സഹസ്രപാദ് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രചക്ഷത്തെ. അതോ ഹ്യന്യോന്യമാത്മാനം ബ്രഹ്മ ക്ഷത്രം ച രക്ഷതഃ രക്ഷതി സ്മാവ്യയോ ദേവഃ സയഃ സദസദാത്മകഃ. തവ സന്ദർശനാദേവ ഛിന്നാ മേ സർവസംശയാഃ യൽ സ്വയം ഭഗവാൻ പ്രീത്യാ ധർമ്മമാഹ രിരക്ഷിഷോഃ. ദിഷ്ട്യാ മേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ അകൃതാത്മനാം ദിഷ്ട്യാ പാദരജസ്പൃഷ്ടം ശീർഷ്ണാ മേ ഭവതഃ ശിവം. ദിഷ്ട്യാ ത്വയാനുശിഷ്ടോഹം കൃതശ്ചാനുഗ്രഹോ മഹാൻ അപാവൃതൈ കർണരന്ധ്രൈ ജുഷ്ടാദിഷ്ട്യോശതീർഗിരഃ. സ ഭവാൻ ദുഹിതൃസ്നേഹ പരിക്ലിഷ്ടാത്മനോ മമ ശ്രോതുമർഹസി ദീനസ്യ ശ്രാവിതം കൃപയാ മുനേ. പ്രിയവ്രതോത്ഥാനപതോഃ സ്വസേയം ദുഹിതാ മമ അന്വിച്ഛതിപതിം യുക്തം വയശീലഗുണാദിഭിഃ. യഥാ തു ഭവതഃ ശീലശ്രുതരൂപവയോ ഗുണാൻ അസൃണോത് നാരദാദേശ ത്വയ്യാസീകൃതനിശ്ചയാ. തൽപ്രതീച്ഛ ദ്വിജാഗ്ര്യേ മാം ശ്രദ്ധയോ ബഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗൃഹമേദിഷു കർമ്മസു. ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യത്തെ അഭിനിർമുക്തസംഗസ്യ കാമരക്തസ്യ കിം പുനഃ. യ ഉദ്യതം അനാദൃത്യ കീനാശം അഭിയാചത്തെ ക്ഷീയതേ തദ്യശസ്ഫീദം മാനശ്ചാവജ്ഞയാ ഹതഃ. അഹം ത്വാ ശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം അതസ്ത്വം ഉപകുർവാണഃ പ്രത്താം പ്രതിഗൃഹാണ മേ. ഋഷിരുവാച. ബാഡം ഉദ്വോടുകാമോഹം അപ്രത്താ ച തവാത്മജ ആവയോരനുരൂപോऽസൗ ആദ്യോ വൈവാഹികോ വിധിഃ. കാമഃ സ ഭൂയാദ് നരദേവതേ സ്യാഃ പുത്ര്യാ സമാമ്മനായ വിധൗ പ്രതീതഃ കയേവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യാ ക്ഷിപതീം ഇവ ശ്രിയം. യാം ഹർമ്യപൃഷ്ടേ കൊണദംഘ്രിശോഭാം വിക്രീഡതീം കന്ദുകവിഹ്വലാക്ഷീം വിശ്വാവസുർന്യപതത് സ്വാദ്വിമാനാദ് വിലോക്യ സമ്മോഹ വിമൂഢചേതാഃ. താം പ്രാർത്ഥയന്തീം ലലനാലലാമം ആസേവിത ശ്രീചരണൈരദൃഷ്ടാം വത്സാം മനോരുച്ചപദസ്വസാരം കോ നാനുമന്യേത ബുധോപിയാദാം. അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ വിപ്രിയാദാത്മനോ മേ. അതോ ധർമാൻ പാരമഹംസ്യ മുക്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യ വിഹിംസ്രാൻ. യതോ ഭവൽ വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ച വാവതിഷ്ഠതേ പ്രജാപതീനാം പതിരേഷ മഹ്യം പരം പ്രമാണം ഭഗവാൻ അനന്തഃ. മൈത്രേയ ഉവാച. സൗഗ്രതന്വൻ യദേവാബഭാഷേ ആസീത് തൂഷ്ണീം അരവിന്ദനാഭം ധിയോ ബഗൃണ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോലുലുബേ ദേവഹൂത്യാഃ. സോനുജ്ഞാത്വാ വിവസിതം മഹിഷ്യാ ദുഹിതുസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യാം പ്രഹർഷിതഃ. ശതരൂപാ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോഃ പര്യദാത് പ്രീത്യാ ഭൂഷാവാസഃ പരിച്ഛദാൻ. പ്രത്താം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യതഃ ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മദിതാശയഃ. അശക്നുവൻ തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഃ ആസിഞ്ചതംബവത്സ്വേദീ നേത്രോദൈർദുഹിതുഷികാഃ.
ആമന്ത്ര്യ തം മുനിവരം അനുജ്ഞാത സഹാനുഗഃ പ്രതസ്തേ രഥമാരുഹ്യ സഭാര്യ സ്വപുരം നൃപഃ ഉഭയോർ ഋഷികുല്യായാഃ സരസ്വത്യാഃ സുരോദസോഃ ഋഷീണാം ഉപശാന്താനാം പശ്യൻ ആശ്രമസമ്പദഃ തമായാന്തമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാഃ പതിം ഗീതസംസ്തുതിവാദിത്രൈഃ പ്രത്യുദീയുഃ പ്രഹർഷിതാഃ ബർഹിഷ്മതി നാമ പുരീ സർവസമ്പൽ സമന്വിത ന്യപതൻ യത്ര രോമാണി യജ്ഞസ്യാംഗം വിദുന്വതഃ കുശാകാശാസ്തയേവാസൻ ശശ്വത് ഹരിതവർച്ചസഃ ഋഷയോ യൈഃ പരാഭാവ്യ യജ്ഞഗ്നാൻ യജ്ഞമീജിരേ കുശകാശമയം ബർഹിഃ ആസ്തീര്യ ഭഗവാൻ മനുഃ അയജത് യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം ബർഹിഷ്മതീം നാമ വിഭുഃ യാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയ വിനാശനം സഭാര്യഃ സപ്രജക്കാമാൻ ബുഭുജേ അന്യാവിരോധതഃ സംഗീയമാന സത്കീർത്തിഃ സസ്ത്രീഭിഃ സുരഗായകൈഃ പ്രത്യൂഷേഷനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേഃ കഥാഃ നിഷ്ണാതം യോഗമായാസു മുനിം സ്വയംഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗാ ന ശേകുർഭഗവൽപരം അയാതയാമാസ്തസ്യാസൻ യാമാസ്വാന്തരയാപനാഃ ശൃണ്വതോ ധ്യായതോ വിഷ്ണോഃ കുർവതോ ബ്രുവതഃ കഥാഃ സ ഏവം സ്വാന്തരം നിന്യേ യുഗാനാം ഏകസപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയഃ ശാരീരാ മാനസാ ദിവ്യാ വയാസേയ ച മാനുഷാഃ ഭൗതികാശ്ച കഥം ക്ലേശാ ബാധന്തെ ഹരിസംശ്രയം യഃ പൃഷ്ടോ മുനിഭിഃ പ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിതഃ സദാ ഏതത്താദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയസ്യ തദപത്യോദയം ശൃണു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം. വൈകി വന്നവർക്കൊക്കെ മകരപ്പൊങ്കൽ ആശംസകൾ. വീണ്ടും വീണ്ടും നാരായണ. നാരായണ. ഹരേ നാരായണ. ഒമ്പതാം തീയതിക്ക് ശേഷം നമ്മളിന്നാണ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത്. 10, 11, 12, 13, 14 4 ദിവസം ഭാഗവതം ഉണ്ടായിട്ടില്ല. 5 ദിവസം. ഇന്ന് 15-ാം തീയതി. ഓക്കെ. നാരായണ. വരാഹാവതാരത്തിന് ശേഷം പിന്നീട് എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിച്ചത് എന്ന വിതുരൻ്റെ ചോദ്യത്തിന് മൈത്രേയ മഹർഷി മറുപടി തുടങ്ങിയതാണ് സ്വയംഭുവ മനുവിൻ്റെ കഥയിലൂടെ. സ്വയംഭുവ മനുവിന് 5 സന്തതികളാണ്. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. പ്രിയവ്രതൻ, ഉത്താനപാദൻ 2 ആൺകുട്ടികൾ, ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പെൺകുട്ടികൾ. അപ്പോൾ അതിൽ ഈ 5 പേരിൽ ദേവഹൂതി എന്ന നടുവിലത്തെ മകളുടെ 2ാമത്തെ മകളുടെ ആ കഥയിലൂടെയാണ് ആദ്യം പോകുന്നത്. മറ്റുള്ളവരുടെ കഥകളൊക്കെ പിന്നീടാണ് വരുന്നത്. 4ാം സ്കന്ധത്തിലാണ് വരുന്നത്. അപ്പോൾ മനുവിൻ്റെ ഒരു മകളായ ദേവഹൂതിയുടെ കഥ പറയാൻ, ദേവഹൂതിയെ ആരാണ് വിവാഹം കഴിക്കുന്നത്? ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്ന്, അഥവാ ഛായയിൽ നിന്നുണ്ടായ
കർദമൻ എന്ന പ്രജാപതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മദേവൻ്റെ ആദേശപ്രകാരം ബ്രഹ്മദേവൻ കർദമ പ്രജാപതിയോട് സൃഷ്ടിയിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് തപസ് ചെയ്ത ശേഷം അച്ഛനെ സഹായിക്കാമെന്ന് തീരുമാനിച്ച് സരസ്വതീ നദീ തീരത്ത് അദ്ദേഹം 10,000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു തപസ് ചെയ്യുന്നു. പൂജകളും ധ്യാനങ്ങളും യോഗ അഥവാ ഭക്തിയോഗം മുതലായ എല്ലാ യോഗങ്ങളുടെയും ഒരു സമഗ്രമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനെ പ്രസാദിപ്പിക്കുകയാണ്. ഗരുഡവാഹനായി ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുമ്പിൽ പ്രത്യക്ഷമാവുന്നതായിട്ട് കാണുന്നു. ആ ഭഗവാനെ കർദമ പ്രജാപതി സ്തുതിക്കുന്നു. ഭഗവാൻ കർദമനോട് പറയുന്നു, അങ്ങയുടെ മനസ്സിലിരിപ്പ് ഞാൻ പണ്ടേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് ആവശ്യമായതെല്ലാം ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ഇന്നേക്ക് മറ്റന്നാൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വധുവിനെ, ഒരു കന്യകയെ അങ്ങേക്ക് വിവാഹത്തിൽ ലഭിക്കും. സ്വയംഭുവ മനു തന്നെ തൻ്റെ മകളായ ദേവഹൂതി ദേവിയെ അങ്ങേക്കായിക്കൊണ്ട് കല്യാണം കഴിപ്പിക്കും, അഥവാ കന്യാദാനം ചെയ്യും. അതിൽ അങ്ങേക്ക് 9 പെൺകുട്ടികളും ഉണ്ടാകും. അവർ പ്രജാപതിമാരെ വിവാഹം കഴിച്ച് അവരിലൂടെ ബ്രഹ്മദേവന്റെ ആഗ്രഹമായ പ്രജാസൃഷ്ടി വളരെ വിപുലമായി തന്നെ നടക്കും. അതിനുശേഷം 10ാമത്തെ പുത്രനായി ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായി അവതരിക്കും. നഷ്ടപ്പെട്ടുപോയ സാഖ്യയോഗത്തെ, സാഖ്യശാസ്ത്രത്തെ ലോകത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കലായിരിക്കും എൻ്റെ ജന്മദൗത്യം, എൻ്റെ അവതാര ദൗത്യം. അതിലാദ്യം തന്നെ അമ്മയ്ക്ക്, ദേവഹൂതി ദേവിക്ക് ഞാൻ ഉപദേശം കൊടുത്ത് അമ്മയെ അനുഗ്രഹിക്കും. അതിനുശേഷം ലോകത്തെയും അനുഗ്രഹിക്കും. അച്ഛനും ജന്മസാഫല്യം നേടിക്കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അന്തർദാനം ചെയ്തു. അതിനുശേഷം കർദമ പ്രജാപതി ഭഗവാൻ പറഞ്ഞ ദിവസം കാത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തപസ്സൊക്കെ ഒന്ന് ശമിപ്പിച്ച് ആവശ്യം വേണ്ടതായിട്ടുള്ള നിത്യകർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നു. പറഞ്ഞതുപോലെ തന്നെ 2ാം ദിവസം സ്വയംഭുവ മനുവും ഭാര്യയായ ശതരൂപാദേവിയും മകളായ ദേവഹൂതിയുമായിട്ട് രഥത്തിൽ, സ്വർണമയമായ രഥത്തിൽ ആ സരസ്വതി തീരത്തുള്ള ബിന്ദു സരസ് എന്ന ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഭഗവാന്റെ കണ്ണുനീർ ബിന്ദുക്കൾ വീണ് അനുഗ്രഹീതമായതുകൊണ്ടാണ് ആ സരസ്വതി ആ തടത്തിന് ബിന്ദു സരസ് എന്ന പേരുണ്ടായത് എന്നും പറഞ്ഞു. അങ്ങനെ ദൂരെ രഥം നിർത്തി അതിൽ നിന്ന് ഇറങ്ങി മകളെയും ഭാര്യയെയും അവിടെ തന്നെ നിർത്തിയിട്ട് രാജാവായ മനു മാത്രം കർദമന്റെ പർണശാലയിലേക്ക് വരുന്നു. തൻ്റെ ആശ്രമത്തിലേക്ക് വന്ന അതിഥിയായ മനുവിനെ അതിഥി ദേവോഭവ എന്ന സംസ്കാരത്തിൽ വളരെ ഉത്തമമായിട്ടുള്ള കുശല പ്രശ്നങ്ങളോടെ, പൂജകളോടെ കർദമ പ്രജാപതി സ്വാഗതം ചെയ്ത് സൽക്കരിക്കുന്നു. രാജാവിൻ്റെ ധർമ്മം ആണ് എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. രാജാക്കന്മാർ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ രാജ്യത്ത് പ്രജകളുടെ പ്രശ്നങ്ങൾ അറിയാനും കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെ രാജാവിനെ പേടിച്ച് സ്ഥലം വിടാനും അങ്ങനെ രാജ്യത്ത് ക്ഷേമമുണ്ടാവാനും സാധിക്കുകയുള്ളൂ. രാജാക്കന്മാർ സുഖലോലുപന്മാരും ഉറക്കം തൂങ്ങികളുമായാൽ ആ രാജ്യം നശിക്കും. കള്ളന്മാരും കൊള്ളക്കാരും വർദ്ധിച്ചു വരും, അരാജകത്വമുണ്ടാകും എന്നൊക്കെയുള്ള കാര്യം ആമുഖമായി പറഞ്ഞ ശേഷം കർദമൻ ചോദിച്ചു, അല്ല എങ്കിലും അങ്ങ് എന്തിനു വന്നതെന്ന് ഞാൻ ചോദിക്കാൻ പാടുള്ളതല്ല. അങ്ങേക്ക് വരാൻ അധികാരമുണ്ട്, അങ്ങ് വരേണ്ടതാണ്. പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് വന്നു എന്ന് കരുതാം. എങ്കിലും അങ്ങ് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ്യം ഉണ്ടോ ഇങ്ങോട്ടേക്ക് വന്നതിൽ എന്ന് ചോദിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ മനു ഉത്തരം പറയുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് കാണുന്നത്. മനു പറയുന്നത്, ഞാൻ വന്നത്, അത് ആദ്യം വന്നപ്പോൾ തന്നെ ബ്രാഹ്മണരുടെ മഹിമയും കർദമ പ്രജാപതിയെ സ്തുതിക്കലും ഒക്കെ കഴിഞ്ഞു.
നിങ്ങൾ ബ്രാഹ്മണരാണ്, ജ്യേഷ്ഠന്മാർ, ഞങ്ങൾ ക്ഷത്രിയന്മാർ, അനുജന്മാരാണ്. നിങ്ങൾക്ക് രാജ്യത്തിൽ താല്പര്യമില്ലാതായതുകൊണ്ടാണ് ഞങ്ങൾ രാജ്യം ഭരിക്കേണ്ടി വന്നത്. അതിൻ്റെ ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണെങ്കിൽ ഞങ്ങൾ കൈകളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. നമ്മൾ രണ്ടുപേരും പരസ്പരം രക്ഷിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ആ മര്യാദകളെല്ലാം പറഞ്ഞതിന് ശേഷം താൻ വന്ന കാര്യം അവതരിപ്പിച്ചു. എൻ്റെ മകളായ ദേവഹൂതി, അവൾ നാരദനിൽ നിന്ന് അങ്ങയെക്കുറിച്ച് കേട്ടതിൽ ശേഷം അങ്ങയെ തന്നെ പതിയായി മനസ്സാ വരിച്ചിരിക്കുന്നു. അങ്ങയെ വിവാഹം കഴിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങാണെങ്കിലും വിവാഹത്തിന് സന്നദ്ധനാണെന്ന്, ഉപകുർവാണൻ എന്ന ബ്രഹ്മചാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ മകളെ അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ കന്യാദാനമായി മര്യാദയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് താൻ വന്ന കാര്യം അവതരിപ്പിച്ചു. ആ സമയത്ത് നമ്മുടെ കർദമ പ്രജാപതി മറുപടി പറഞ്ഞതാണ് നമ്മൾ അവസാനം കണ്ടത്. കഴിഞ്ഞ 9-ാം തീയതി കണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് സമ്മതമാണ്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അങ്ങയുടെ മകളെയാണെങ്കിൽ ആർക്കും വാഗ്ദാനം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹവിധി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബ്രാഹ്മം എന്ന വിവാഹ സമ്പ്രദായത്തിൽ പെടുന്നതാണ്. അനുരൂപമായിട്ടുള്ള ഏറ്റവും ആദ്യമായിട്ടുള്ള വിവാഹവിധിയാണ്. അതുകൊണ്ട് അങ്ങയുടെ ന്യായമായ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് അച്ഛനായിട്ടുള്ള അങ്ങയുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. കാരണം അങ്ങയുടെ മകളെ പോലൊരു മകളെ, ഒരു കന്യകയെ ആരാണ് ആദരിക്കാതിരിക്കുക? അവളുടെ അംഗകാന്തി കൊണ്ട് സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലും പുറന്തള്ളുന്നവളാണ്. അത്രയും സുന്ദരിയായിട്ടുള്ള ആ അങ്ങയുടെ മകളെ ആര് വേണ്ടാന്ന് പറയും? ഏതൊരു അങ്ങയുടെ മകള് കാലിലെ പാദസരങ്ങൾ കിലുങ്ങിക്കൊണ്ട് മട്ടുപ്പാവിൽ പന്തടിച്ച് കളിക്കുമ്പോൾ ഗന്ധർവന്മാരുടെ രാജാവായ വിശ്വാവസു പോലും വിമാനത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ അങ്ങയുടെ മകളെ കണ്ട് മോഹിതനായി മൂർച്ഛിച്ച് തലകിഴായി വീണത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും സുന്ദരിയായിട്ടുള്ള, ഗന്ധർവരാജനെ പോലും മോഹിപ്പിക്കാൻ സുന്ദരിയായിട്ടുള്ള അങ്ങയുടെ മകളെ ആരാ വേണ്ടാന്ന് പറയുക? തീർച്ചയായിട്ടും അവന് ഒട്ടും വിവരമില്ല എന്ന് കണക്കാക്കേണ്ടി വരും. അപ്പോൾ ദേവഹൂതിയെ പോലെയുള്ളൊരു ഉത്തമയായ കന്യകയെ സ്വീകരിക്കാതിരിക്കുന്നത് തനി മണ്ടത്തരമാണ്, പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മകളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു വ്യവസ്ഥ പ്രകാരം ഇവളിൽ എനിക്ക് മക്കളുണ്ടാകുന്നത് വരെ ഞങ്ങൾ ഗൃഹസ്ഥന്മാരായി കഴിയും. മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ സനാതന ധർമ്മപ്രകാരം വാനപ്രസ്ഥം, സന്യാസം മുതലായ പാരമഹംസ്യധർമ്മങ്ങളെ സ്വീകരിച്ച് പോകും. അതെല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ ധർമ്മങ്ങളെല്ലാം അത് അങ്ങേക്കും സമ്മതമാണല്ലോ. അതുകൊണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞാൻ സന്യാസമാർഗം സ്വീകരിക്കും. ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ വിചിത്രമായ വിശ്വമുണ്ടായിരിക്കുന്നത്, ഏതൊരു ഭഗവാനിലാണോ ഇത് നിൽക്കുന്നത്, ഏതൊരു ഭഗവാനിലേക്കാണോ ഈ പ്രപഞ്ചം ചെന്നു ചേരുന്നത്, എല്ലാ പ്രജാപതിമാരുടെയും പതി ആ ഭഗവാനാണ്. അദ്ദേഹമാണ്, ആ അനന്തനായ ഭഗവാനാണ് എനിക്ക് പരമപ്രമാണം. അദ്ദേഹം വെച്ചിട്ടുള്ള നിയമങ്ങളാണ് എനിക്ക് പരമപ്രമാണം. വർണ്ണാശ്രമധർമ്മം അത് എനിക്ക് പരമപ്രമാണമാകുന്നു. അതിലൂടെ ലക്ഷ്യമാക്കുന്ന പരമമായ പുരുഷാർത്ഥമായ മോക്ഷം, ഈശ്വര സാക്ഷാത്കാരം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇതെല്ലാമാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചിട്ടുള്ള നിയമങ്ങൾ. അപ്പോൾ അത് പ്രകാരം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്കത് സമ്മതമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ മകളെ വിവാഹം ചെയ്തോളാം എന്നിങ്ങനെ കർദമ പ്രജാപതി പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്നത്. ഇതുവരെയുള്ളത് എന്താ പറയുക, ഒരു ജിസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ 5 ദിവസം കഴിഞ്ഞതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതിയിട്ട്, മറക്കാൻ വഴിയില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല ബുദ്ധിയും ഓർമ്മയും സമർപ്പണവുമുള്ള ആളുകളാണ്, വളരെ
ശ്രദ്ധയും ഏകാഗ്രതയുമുള്ള ആളുകളാണ്, മറക്കാൻ വഴിയില്ല. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതെൻ്റെ കടമയാണ്, ആചാര്യൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് തുടരാം. മൈത്രേയ ഉവാച സ ഉഗ്രധന്വൻ യദേവാബഭാഷേ ആസീച്ച തൂഷ്ണീം അരവിന്ദനാഭം ധിയോപഗൃഹ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോലുലുഭേ ദേവഹൂത്യാഃ. മൈത്രേയർ വിതുരനോട് കഥ തുടരുകയാണ്. മൈത്രേയ ഉവാച. ഉഗ്രധന്വൻ എന്ന് സംബോധന ചെയ്യുന്നതാണ് മൈത്രേയരാണ് സംബോധന ചെയ്യുന്നത് വിതുരനെ. ഹേ ഉഗ്രധന്വൻ. നോക്കൂ, അപ്പോൾ വിതുരന്റെ ക്വാളിഫിക്കേഷൻ നോക്കൂ. ഉഗ്രധന്വാവാണ് വിതുരൻ. വിതുരൻ ശൂദ്രനല്ല, വിതുരൻ ഉഗ്രധന്വാവാണ്. വില്ലാളി വീരനാണെന്നർത്ഥം. ഒരു ശൂദ്രൻ എങ്ങനെ വില്ലാളി വീരനാകും? അതുകൊണ്ട് മഹാഭാരതത്തിൽ വിതുരനെ ശൂദ്രൻ, ദാസീപുത്രൻ, ദാസീപുത്രൻ എന്ന് വിളിച്ച ആളുകളൊക്കെ തെറ്റാണ് ചെയ്തത്. അതാണ് മഹാഭാരതത്തിലെ മർമ്മം. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അതിനുവേണ്ടിയാണ് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ ഇത്രയും കാലം നമ്മൾ കേട്ടിട്ടുള്ള കഥകളും പലരും പറഞ്ഞ് തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആ തെറ്റ് തിരുത്തണം നമ്മൾ. മഹാഭാരതം നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിട്ടാണ്, തലകീഴായിട്ടാണ്, അത് ശരിയല്ല എന്ന് ഉറച്ച് ആ ഏടുകൾ കീറിക്കളയണം. നമ്മുടെ മനസ്സിൽ നിന്ന് പതിച്ചു വെച്ചിട്ടുള്ള ഏടുകളൊക്കെ കീറിക്കളഞ്ഞ് എന്താണ് മഹാഭാരതം ശരിക്കും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ വിതുരൻ ഉഗ്രധന്വാവാണ്, ക്ഷത്താവാണ്, വില്ലാളി വീരനാണ്, ധർമ്മമൂർത്തിയാണ്. ഏറ്റവും അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഭരണാധികാരികളിൽ വെച്ച് നമ്പർ 1 ആണ്. ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് അന്ന് ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ചായക്കടക്കാരൻ്റെ മകൻ തന്നെ അല്ലേ? നമ്മളിന്ന് ഒരു ചായക്കടക്കാരൻ്റെ മകനെ കളിയാക്കുന്നുണ്ട് ആളുകൾ. ഇന്ന് ലോകം മുഴുവൻ ആ ചായക്കടക്കാരൻ്റെ മകൻ്റെ വാക്കുകൾക്ക് വേണ്ടി, അദ്ദേഹത്തിന് ഒരു നോട്ടം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു ചായക്കടക്കാരൻ്റെ മകനായതുകൊണ്ട് ഭരിക്കാൻ അറിയില്ല എന്നില്ല, നല്ല അറിവ് ഉണ്ടാവില്ല എന്നില്ല. നല്ല മനസ്സ്, നിസ്വാർത്ഥമായിട്ടുള്ള മനസ്സ്, എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അത് നടപ്പിൽ വരുത്താനുള്ള തൻ്റെ ഇടം, ധൈര്യം തനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. താൻ മരിച്ചാലും താൻ വിചാരിച്ച കാര്യം നടത്തിയിരിക്കും, തൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നുള്ള ആ കച്ചകെട്ടി ധീരതയോടുകൂടിയിട്ടുള്ള മുന്നോട്ടുള്ള കാൽവെപ്പ്, ആ 56 ഇഞ്ച് നെഞ്ചളവ് ഒരു വിതുരനാണ്, ആധുനിക വിതുരനാണ് ഈ ചായക്കടക്കാരൻ്റെ മകൻ. ആ വിതുരനെ പുകച്ച് പുറത്തു ചാടിക്കാനായിക്കൊണ്ട് കുറെ ദുര്യോധനന്മാർ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ കള്ളത്തരങ്ങളും പയറ്റി നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ വിതുരനെ പുകച്ച് പുറത്തു ചാടിക്കാമെന്ന് ആധുനികന്മാരായ ദുര്യോധനന്മാർ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആധുനിക ദുര്യോധനന്മാർ. നമ്മുടെ പപ്പു തന്നെയാണ് ഒരു നമ്പർ 1 ദുര്യോധനൻ.
മായാവതി മറ്റൊരു ദുര്യോധന, അല്ലെങ്കിൽ മമത, അഖിലേഷ് യാദവ്, സ്റ്റാലിൻ, പിന്നെ ആരൊക്കെയാണ്? ആം ആദ്മിയുടെ ഡൽഹിയിലെ അയാളുണ്ടല്ലോ, പേര് മറന്നു. ഈ കള്ളന്മാരൊക്കെ കൂടി, ഈ ദുര്യോധന, ദുശാസന, കർണ, ശകുനി, ഈ കോക്കസുകളൊക്കെ കൂടിയിട്ട് ദുര്യോധനെ അല്ല നമ്മുടെ വിതുരനെ പുറത്ത് ചാടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അന്ന് പുറത്ത് ചാടിച്ചതാണ് മഹാഭാരതത്തിലെ പറ്റിയ തെറ്റ്. ആ തെറ്റ് നമുക്ക് ഇനി ആവർത്തിക്കാൻ പാടുമോ? ആ തെറ്റ് ആവർത്തിക്കാൻ പാടുമോ? അത് കാണിച്ചു തരുന്നു വ്യാസൻ. അതെ, വ്യാസൻ ആ തെറ്റ് കാണിച്ചു തന്ന് നമ്മളെ തിരുത്താനുള്ള അറിവ് തന്നിരിക്കുകയാണ്, പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതെ, നാരായണ. അപ്പൊ പറഞ്ഞു വന്നത് ഉഗ്രധന്വാ എന്ന് വിതുരനെയാണ് ഇവിടെ സംബോധന ചെയ്തത്. ഹേ ഉഗ്രധന്വൻ, അല്ലയോ വില്ലാളി വീരാ, ഉഗ്രമായ ധനുസിനെ കയ്യിലേന്തിയവനെ. ഇപ്പൊ കയ്യിൽ വില്ലില്ലെങ്കിലും മുമ്പുണ്ടായിരുന്നു. ആ വില്ലിനെ ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ ഗോപുരദ്വാരക്കൽ വലിച്ചെറിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ആ കാര്യമൊക്കെ നമ്മൾ മുമ്പേ കണ്ടു. അത്രയും പുകച്ചു പുറത്തു ചാടിച്ചതാണ് അദ്ദേഹത്തെ. അദ്ദേഹം ധർമ്മത്തിന് വേണ്ടി ഉള്ളിൽ നിന്ന് പൊരുതി നോക്കി, പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി. ഒറ്റയ്ക്കായിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ കള്ളന്മാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അതുകൊണ്ട് അദ്ദേഹം പുറത്തുപോയി. അപ്പോൾ ആ ഉഗ്രധന്വാവായ വിതുരനെ കുറിച്ചാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. ഹേ ഉഗ്രധന്വൻ, സഹ യദേവ അപഭാഷേ. സഹ എന്ന് പറഞ്ഞാൽ ആ കർദമ പ്രജാപതി മനുവിനോട് യദേവ ഇത്രമാത്രം ആപഭാഷെ ഭാഷണം ചെയ്തു. അപ്പോൾ കർദമ പ്രജാപതി മനുവിനോട് ഇത്രമാത്രമാണ് പറഞ്ഞത്. യദേവ ആപഭാഷേ, ഏവ ആപഭാഷ എന്ന് ടെക്സ്റ്റിൽ കാണും. അതവിടെ അടുത്ത വരിയിൽ ആസീദ് എന്നുള്ളതിലെ ആ എന്ന സ്വരാക്ഷരം വരുന്നത് കൊണ്ട് ആപഭാഷേ എന്നതിലെ ഏകാരം ലോപിച്ചു പോകുന്നതാണ്. പിരിച്ചു ചൊല്ലുമ്പോൾ ആപഭാഷേ എന്ന് ചൊല്ലുക. സന്ധിയിൽ ഒന്നിച്ചു ചൊല്ലുമ്പോഴാണ് സൗഗ്രതന്വൻ യദേവാപഭാഷാസീച്ച തൂഷ്ണീമരവിന്ദനാഭം എന്ന്. യദേവ ആപഭാഷേ അരവിന്ദനാഭം ധിയാ ഉപഗൃണ്ണൻ തൂഷ്ണീമാസീത്. ഈ കർദമ പ്രജാപതിക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താ? ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കർദമ പ്രജാപതിയുടെ ഭാവി ജീവിതം എന്താണെന്ന് വ്യക്തമായി ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങയ്ക്ക് ദേവഹൂതിയെ വിവാഹം കഴിച്ചു കിട്ടും, അതിൽ 9 കന്യകമാര്, 10ാമനായി ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ വെറുതെ ആവോ? അപ്പൊ അതുകൊണ്ട് തന്നെ അരവിന്ദനാഭം ദിയാ ഉപഗൃണ്ണന് തൂഷ്ണീമാസീത്. ആ അരവിന്ദനാഭനെ, ആ പത്മനാഭനെ, അരവിന്ദൻ താമര, പത്മം, ആ പത്മനാഭനെ തന്നെ ദിയാ ബുദ്ധിയില് മനസ്സില് ഉപഗൃണ്ണൻ, നല്ലോണം ഉപഗൃണ്ണൻ മുറുക്ക പിടിച്ചുകൊണ്ട് എന്നർത്ഥം, ചേർത്ത് വെച്ചുകൊണ്ട് എന്നർത്ഥം. ഗ്രഹിക്കുക, ഉപഗ്രഹിക്കുക, ചേർത്ത് വെക്കുക. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് തൂഷ്ണീം ആസീത്, ധൈര്യമായിട്ട് മിണ്ടാതിരുന്നു. താൻ പറയാനുള്ളത് പറഞ്ഞു, തന്റെ റോൾ താൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവൾ എവിടെയും പോവില്ല, ഇവൾ തനിക്കുള്ളത് തന്നെയാണ്, ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ തൂഷ്ണീം ആസീത്. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നു, മൗനമായിരുന്നു. സ്മിതശോഭിതേന മുഖേന ദേവഹൂത്യാഹ ചേതഃ ലുലുബേ. അദ്ദേഹത്തിന്റെ ആ മുഖത്തുണ്ടായിരുന്ന മന്ദഹാസം, സ്മിതം, അതിന്റെ ശോഭ. സ്മിതശോഭിതേന മുഖേന, സ്മിതം കൊണ്ട് ശോഭിക്കുന്ന മുഖം കൊണ്ട് ദേവഹൂത്യാഹ ചേതഃ ലുലുബേ, ദേവഹൂതിയുടെ മനസ്സിനെ ലോഭിപ്പിച്ചു.
അപ്പൊ ദേവഹൂതി ദൂരത്ത്, കാണുന്ന ദൂരത്ത് നിൽപ്പുണ്ട് എന്നർത്ഥം. ഒരുപാട് വിദൂരത്തല്ല, ദൂരെ നിൽക്കുന്നുണ്ട്. ആ ദൂരെ നിൽക്കുന്നിടത്തുനിന്ന് നോക്കിയാൽ കർദമ പ്രജാപതിയുടെ മുഖം കാണാം. അപ്പൊ ആ മുഖത്തുണ്ടായ മന്ദഹാസം പൂനിലാവ് പോലെ ഒന്ന് പ്രകാശിച്ചിട്ടുണ്ടാവും. ആ ശോഭ തീർച്ചയായിട്ടും അതിലൂടെ ദൂരെ നിൽക്കുന്ന ദേവഹൂതിയെ ഒന്ന് കടാക്ഷിച്ചിട്ടുണ്ടാവും കർദമ പ്രജാപതി. തൻ്റെ സമ്മതവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട്, സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ദൂരെ നിൽക്കുന്ന ദേവഹൂതിയെ നോക്കിയായിരിക്കാം ഒന്ന് പുഞ്ചിരിച്ചത്. ആ പുഞ്ചിരി ദേവഹൂതിയുടെ മനസ്സിനെ ആകർഷിച്ച് ലോഭമുണ്ടാക്കി. ലുലുഭേ എന്നാണ്. ലുലുഭേ എന്ന് പറഞ്ഞാൽ ലോഭിപ്പിച്ചു, മോഹിപ്പിച്ചു, ആഗ്രഹമുണ്ടാക്കി. അദ്ദേഹത്തെ, ആ കർദമ പ്രജാപതിയെ കണ്ടതായിട്ടുള്ള ദേവഹൂതിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത അദ്ദേഹത്തോടുള്ളതായിട്ടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നു എന്നർത്ഥം. സൗഗ്രധന്വൻ യദേവാബഭാഷേ ആസീച്ച തൂഷ്ണീം അരവിന്ദനാഭം ദിയാ ഉപഗൃണ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോലുലുബേ ദേവഹൂത്യാഃ സോനുജ്ഞാത്വാ വ്യവസിതം മഹിഷ്യാ ദുഹിദുസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യാം പ്രഹർഷിതഃ. ഉടനെ അദ്ദേഹം സഹ എന്ന് പറഞ്ഞു. ഇവിടെ സഹ എന്നുള്ളത് മനുവിനെ കുറിച്ചാണ്. പിന്നെ ആ മനു മഹിഷ്യാഹ ദുഹിദുഹു വ്യവസിതം സ്ഫുടം ജ്ഞാത്വ. മഹിഷ്യാഹ എന്ന് പറയുമ്പോൾ തൻ്റെ ഭാര്യയുടെ, ആരാണ് ഭാര്യ? ശതരൂപാദേവി. ആ ശതരൂപാദേവിയുടെയും ദുഹിദുഹു എന്ന് പറഞ്ഞാലോ ദുഹിതാവിൻ്റെ, മകളുടെ എന്നർത്ഥം. ദുഹിത മകളാണ്, ദുഹിദുഹു മകളുടെ എന്ന് ഷഷ്ടി. ആ മകളുടെ വ്യവസിതം സ്ഫുടം ജ്ഞാത്വ. വ്യവസിതം അവരുടെയും നിശ്ചയത്തെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പ്രഹർഷിത, ഏറ്റവും പ്രഹർഷത്തോടു കൂടിയവനായി, സന്തോഷത്തോടു കൂടിയവനായിട്ട് ഗുണഗണാഢ്യായ തസ്മൈ തുല്യാം കന്യാം ദദൗ. ഗുണഗണങ്ങളെ കൊണ്ട് ആഢ്യനായിരിക്കുന്ന തസ്മൈ അവനായിക്കൊണ്ട്, ആ കർദമ പ്രജാപതിക്കായിക്കൊണ്ട്. അപ്പൊ കർദമ പ്രജാപതിയെ വിശേഷിപ്പിച്ചതാണ് ഗുണഗണാഢ്യായ തസ്മൈ എന്ന്. എല്ലാ ഗുണഗണങ്ങളാലും, ഗുണങ്ങളുടെ സമൂഹം മുഴുവൻ, നന്മകളുടെ സമൂഹം മുഴുവൻ, എല്ലാ ധർമ്മവും എല്ലാ വാല്യൂസും ആ കർദമനിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ ഗുണഗണങ്ങളെ കൊണ്ട് അലങ്കൃതം, ആഢ്യം. നമ്മളൊക്കെ ആഢ്യന്മാരാകുന്നത് വേഷഭൂഷാദികളെ കൊണ്ടാണ്, അല്ലേ? നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെ കയ്യിൽ ഗുണങ്ങളൊന്നുമില്ല, നമ്മൾക്ക് എന്താ പറയുക, ധർമ്മബോധമില്ല, സത്യസന്ധതയില്ല, അതുപോലെ തന്നെ വിദ്യയില്ല, സദാചാരമില്ല. നമ്മുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഈ കേൾക്കുന്ന ആരുമല്ലേ, പുറത്തുള്ള ആൾക്കാരുടെ കാര്യം. എന്തുകൊണ്ടാണ് ആളുകൾ മറ്റു പല വേഷങ്ങളും കെട്ടി നടക്കുന്നത്? അവർക്ക് എത്ര വേഷം കെട്ടിയാലും, എത്ര മുഖംമൂടികൾ അണിഞ്ഞാലും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? ഈ ഗുണഗണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. എന്നാൽ ഗുണഗണങ്ങളുള്ളവർക്ക് അത് തന്നെയാണ് ആഢ്യത, അത് തന്നെയാണ് അലങ്കാരം, അത് തന്നെയാണ് ഭൂഷണം. അവർക്ക് കൗബീനം ഉടുത്താലും മതി, ഒരു വേഷവും കെട്ടേണ്ട ആവശ്യമില്ല. ആളുകൾ അവരുടെ പുറകെ വരും ബഹുമാനിച്ചുകൊണ്ട്. അപ്പോൾ ഗുണഗണാഢ്യായ, നോക്കുക, നല്ലൊരു വിശേഷണമാണ് ആ കർദമ പ്രജാപതിയെ. സ്വർണാഭരണ വിഭൂഷിതായ എന്നല്ല പറഞ്ഞത്, നല്ല പട്ടുവസ്ത്ര വിഭൂഷിതായ എന്നല്ല പറഞ്ഞത്, ഗുണഗണാഢ്യായ, ഗുണഗണങ്ങളാൽ മനോഹരനായ, സുന്ദരനായ, ആഢ്യനായിരിക്കുന്ന ആ കർദമ പ്രജാപതിക്കായിക്കൊണ്ട് തൻ്റെ മകളെ, കന്യകയെ, തുല്യാം കന്യ, തുല്യയാണ് അവളും ഗുണഗണാഢ്യ തന്നെയാണ്, എല്ലാ നന്മകളും ഉള്ളവളാണ് ഈ ദേവഹൂതി ദേവിയും. അവളെ നൽകി, ദദൗ, കന്യാദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? മഹിഷ്യാഹ ദുഹിദുഹു വ്യവസിതം സ്ഫുടം ജ്ഞാത്വ. തൻ്റെ ഭാര്യയുടെയും മകളുടെയും നിശ്ചയത്തെ നല്ലതുപോലെ അറിഞ്ഞിട്ട്. അപ്പോൾ നോക്കൂ, അന്ന് കാലത്ത് ആർക്കായിരുന്നു സ്വാതന്ത്ര്യം? ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്കുണ്ടായിരുന്നു. സ്വയംവരം ഈ നാട്ടിലല്ലേ നടന്നത്? എല്ലാ രാജ്ഞിമാർക്കും
മഹതികൾക്കും സ്വയംവരത്തിനുള്ള അനുവാദമുണ്ടായിരുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാം അവരുടെ വരനെ. ഈ നാട്ടില് സ്ത്രീകൾ ആരാധിക്കപ്പെട്ടതുപോലെ ഏത് നാട്ടിലാണ് ആരാധിക്കപ്പെട്ടിട്ടുള്ളത്? എന്നിട്ട് നമ്മുടെ സംസ്കാരത്തെയാണ് ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള കള്ളന്മാർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ഒരു വാക്ക് അവർക്ക് മനസ്സിലായിട്ടില്ല. മൂഢജനങ്ങൾക്ക് അതിനെ തെറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന രാജ്യമാണ് ഹിന്ദുധർമ്മം, സനാതനധർമ്മം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തുന്ന കള്ളന്മാർ അവരാണ് പർദ്ദയണിഞ്ഞ് അല്ലേ എല്ലാം മൂടിക്കെട്ടിക്കൊണ്ട് കണ്ണു മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന വേഷം കെട്ടി നടത്തുന്നു. എന്നിട്ട് നമ്മുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ എന്താ പറയുക മഹിമയെയും എല്ലാം ഇകഴ്ത്തി പറയുക. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് സ്വയംവരത്തിനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവരാണ് തെരഞ്ഞെടുത്തിരുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരെ. പിന്നെ ഭീഷ്മരെ പോലെയുള്ള ആളുകളൊക്കെയാണ് അതിൽ കറയുണ്ടാക്കി വെച്ചത്, അഴുക്കുണ്ടാക്കി വെച്ചത്. അതിനൊന്നും നമ്മൾ ധർമ്മമായിട്ട് അംഗീകരിക്കാൻ പാടുള്ളതല്ല. തനിക്ക് യോഗ്യത ഇല്ല, താൻ വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീഷ്മര് അന്യനു വേണ്ടി, യോഗ്യത ഇല്ലാത്തവനു വേണ്ടി, ക്ഷണിക്കപ്പെടാത്തവനു വേണ്ടി 3 പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അപഹരിച്ചു കൊണ്ടുവന്നത് വാസ്തവത്തിൽ ഈ സനാതനധർമ്മത്തിലേറ്റ കളങ്കമാണ്. അത് തിരുത്തുകയാണ് നമ്മൾ വേണ്ടത്. അത് ശരിയായിരുന്നില്ല, അത് അധർമ്മമാണ്, അധർമ്മമാണ്, അധർമ്മമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മളത് തിരുത്തേണ്ടത്. ആ അധർമ്മത്തിനെ നമ്മൾ ഒരിക്കലും ശോഭനമായി, അത് ഭീഷ്മരെ നമ്മൾ പുകഴ്ത്തുന്നതോടുകൂടി അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെയും പുകഴ്ത്തുകയാണ്. ഭീഷ്മർ ചെയ്തത് ശരിയാണെന്ന് വരികയാണ് അദ്ദേഹത്തെ പുകഴ്ത്തിയാൽ. ഒരിക്കലും അത് ശരിയല്ല. ഒരു ഗുണ്ടാ പണിയാണ് അവിടെ അദ്ദേഹം ചെയ്തത്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്, തനിക്ക് വേണ്ടിയിട്ട് കൂടിയല്ല. തനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അതിനെ ഒരു വിവാഹത്തിന്റെ പട്ടികയിൽ പെടുത്താം. രാക്ഷസ വിവാഹം അല്ലെങ്കിൽ പൈശാചിക വിവാഹം എന്നൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിലെങ്കിലും പെടുത്താം. ഇത് അതിലൊന്നും പെടുത്താൻ പറ്റില്ല. ഇത് ഗുണ്ടാ വിവാഹം. ഇത് 8 വിവാഹങ്ങളുടെ പുറത്തുള്ള പുതിയൊരു സംഭവമാണ്. തനിക്ക് വേണ്ടി അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി തൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് കന്യകമാരെ വലിച്ചഴച്ചു കൊണ്ടുവരുന്നത് ഗുണ്ടായിസമാണ്. അതൊരിക്കലും നമുക്ക് ധർമ്മത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റില്ല. എന്ത് ന്യായീകരിച്ചാലും അതിൻ്റെ കൂടെ ഞാനുണ്ടാവില്ല. എന്തായാലും എത്ര തന്നെ ന്യായീകരിച്ചാലും അത് ശരിയല്ല, ന്യായീകരിക്കാൻ പാടുള്ളതല്ല. അപ്പോ ഇവിടെ പറയാ, നോക്കുക, ദുഹിദുഹു വ്യവസിതം സ്ഫുടം ജ്ഞാത്വ. മകളുടെ ഇഷ്ടത്തിനാണ് വന്നിരിക്കുന്നത്, മകളുടെ നിശ്ചയം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ദേവഹൂതി ദേവി സ്വയം തെരഞ്ഞെടുത്തതാണ് കർദമ പ്രജാപതിയെ. എനിക്ക് ഇദ്ദേഹത്തെ മതി, ഇദ്ദേഹത്തിൻ്റെ അറിവും തപസ്സും മൂല്യങ്ങളും അത് ഞാൻ മനസ്സിലാക്കുന്നു, നാരദനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ മതി എനിക്ക് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ദേവഹൂതി ദേവിയാണ്. അമ്മയ്ക്കും സമ്മതം, ശതരൂപാദേവിയും അതിനോടൊപ്പം സമ്മതിച്ചു. നോക്കുക, അപ്പൊ 2 ഭാര്യയുടെയും മകളുടെയും സമ്മതം നോക്കിയിട്ടാണ് ഭൂമിയുടെ ചക്രവർത്തിയായിരുന്ന മനു പോലും മകളുടെ വിവാഹം നിശ്ചയിച്ചത്. നമ്മൾ പഠിക്കേണ്ടതാണ് ഇതൊക്കെ. എന്ന് വെച്ചിട്ട് മക്കള് വിവരക്കേട് കാണിച്ചാൽ അതിനെയൊന്നും അംഗീകരിക്കണം എന്നല്ല പറയണത്. അവരുടെ അപക്വതയിൽ നിന്ന് വിവരക്കേട് കാണിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും അച്ഛനമ്മമാർ അംഗീകരിച്ചു കൊടുക്കരുത്. അത് അവരുടെ നാശത്തിലേക്കുള്ള പോക്കാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാശത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ. സോനുജ്ഞാത്വാ വിവസിതം മഹിഷ്യാബ്ദുഹിതുസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യാം പ്രഹർഷിതഃ. മനു കൊടുത്തത് പ്രഹർഷിതനായിട്ടാണ്. അദ്ദേഹത്തിന്റെ സന്തോഷമാണ് പ്രഹർഷം. തൻ്റെ മകളുടെ ഈ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണന് തൻ്റെ രാജകുമാരിയായ മകളെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായത് അഭിമാനമാണ്, സന്തോഷമാണ്, പ്രഹർഷമാണ്. ആ ഹർഷത്തോടുകൂടെ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ശതരൂപ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ
ദമ്പത്യോഹോ പര്യദാത് പ്രീത്യ ഭൂഷാവാസഃ പരിച്ഛദാൻ. ശതരൂപ മഹാരാജ്ഞി, ആ മനുവിന്റെ പത്നിയായ ശതരൂപാദേവി ചക്രവർത്തിനിയാണ്, മഹാരാജ്ഞിയാണ്. ആ ദേവി എന്ത് ചെയ്തു? ഭൂഷാവാസഃ പരിച്ഛദാൻ മഹാധനാൻ പാരിബർഹാൻ ദമ്പത്യോഹോ പ്രീത്യാ പര്യദാത്. ഭൂഷ, വാസസ്, പരിച്ഛദങ്ങൾ. ഭൂഷ എന്ന് പറഞ്ഞാൽ ആഭരണാദികൾ, വാസസ് വസ്ത്രാദികൾ, പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. ഒരു ഗൃഹത്തിൽ താമസിക്കുമ്പോൾ വേണ്ടതായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ. അപ്പോൾ കന്യാദാനം കൊടുത്തതിൻ്റെ കൂടെ അവൾക്ക് സമ്മാനങ്ങളും കൊടുത്തു എന്ന് പറയണം. ആഭരണങ്ങളും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും. കാരണം ഒരു കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് തൻ്റെ മകൾ. ഇനി മകളും ഭർത്താവും കൂടി സുഖമായി താമസിക്കട്ടെ. അവർ ഗൃഹസ്ഥാശ്രമമാണ് ജീവിക്കാൻ പോണത്, സന്യാസമല്ല. അതുകൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹത്തിന് കന്യാദാനത്തോടൊപ്പം സമ്മാനങ്ങൾ ദാനം കൊടുക്കുന്നതും അത് ധാർമ്മികം തന്നെയാണ്. അത് സ്ത്രീധനമോ കൈക്കൂലിയോ ഒന്നുമല്ല. മാത്രമല്ല, മകൾക്ക് കൊടുക്കേണ്ട അവകാശമില്ലേ? മകൾക്ക് അച്ഛൻ്റെ സമ്പത്തിൽ നിന്ന് ദായക്രമത്തിൽ കൊടുക്കേണ്ടതുണ്ട്. ആൺമക്കൾക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ട് തന്നെ മകൾക്കും കൊടുക്കണം, വേണ്ടേ? അവൾ സന്തോഷമായിരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സമ്മാനങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം കൊടുത്ത് ആ അമ്മയുടെ ധർമ്മം നിർവഹിച്ചു. അപ്പോൾ അതൊക്കെ രഥത്തിൽ പിന്നാലെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു രഥത്തിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. മുഖ്യ കഥാപാത്രങ്ങളെ മാത്രമേ ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. കൂടെ ഇവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ, ഭടന്മാര്, മന്ത്രിമാര്, അവരൊക്കെ വന്നിട്ടുണ്ടാവും. അവരൊക്കെ വേണ്ട സാമഗ്രികളുമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇവിടെ മകളുടെ ജീവിതത്തിലേക്ക് സഹായകമായിട്ട് ഉപകരണങ്ങളെയൊക്കെ ആ അമ്മ കൊടുത്തു. ദമ്പത്യോഹോ പ്രീത്യാ പര്യദാത. ആ രണ്ട് ദമ്പതിമാർക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് പ്രീതിയോടുകൂടെ സന്തോഷമായിട്ട് സമ്മാനിച്ചു എന്നർത്ഥം. അപ്പോൾ എന്താ പറയുക, സ്ത്രീകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ അവരുടെ കഴിവിനനുസരിച്ച്, ഇവിടെ രാജ്ഞിയായതുകൊണ്ട് രാജാവ്, മനു രാജാവുമാണ്, അവൾ രാജ്ഞിയുമാണ് ശതരൂപാദേവി, അവരുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്തു. എല്ലാവരും അത്രയും ചെയ്യണമെന്നില്ല, ഉള്ളവരുള്ളതുപോലെ ഓരോരുത്തരും യഥാശക്തി. അച്ഛനമ്മമാർക്ക് എന്താണോ ഉള്ളത്, എത്ര മക്കളുണ്ടോ അവർക്ക് പങ്കിട്ട് കൊടുക്കുക, തുല്യമായിട്ട് പങ്കിട്ട് കൊടുക്കുക. അവർക്ക് സങ്കടം ഉണ്ടാവാത്ത രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്. അതാണ് അച്ഛനമ്മമാർ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യം. ഉള്ളതുപോലെ യഥാശക്തി. അതാണ് ഇവിടെ വർണ്ണിച്ചത്. ശതരൂപ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോഹോ പര്യദാത് പ്രീത്യാ ഭൂഷാവാസഃ പരിച്ഛദാൻ. പ്രത്താം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യതഃ ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മദിതാശയഃ അശക്നുവൻ തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഃ ആസിഞ്ചത് അംബ വത്സേതി നേത്രോദൈർദുഹിദുഷികാഃ. ഇപ്പോൾ സദൃക്ഷായ പ്രത്താം ദുഹിതരം ബാഹുഭ്യാം ഉപഗുഹ്യ. അച്ഛനായ മനു എന്ത് ചെയ്തു എന്ന് പറയണം. തൻ്റെ മകളെ ദുഹിതാവിനെ സദൃക്ഷായ പ്രത്താം. സദൃക്ഷൻ എന്ന് പറഞ്ഞാൽ സമാനൻ, സദൃശൻ, തുല്യൻ എന്നൊക്കെ അർത്ഥം. അവൾക്ക് അനുരൂപനായിട്ടുള്ള ഭർത്താവിന്, യോഗ്യനായിട്ടുള്ള ഭർത്താവിന് പ്രത്താം, പ്രകർഷേണ ദത്താം, പ്രദാനം ചെയ്യപ്പെട്ടവളായിട്ടുള്ള തൻ്റെ മകളെ ബാഹുഭ്യാം ഉപഗുഹ്യ. അച്ഛൻ മകളെ രണ്ട് കൈകളെ കൊണ്ടും ആലിംഗനം ചെയ്തുകൊണ്ട്, ഉപഗൂഹനം ചെയ്തുകൊണ്ട്, ഉപഗുഹ്യ ഔത്കണ്ഠ്യ ഉന്മദിത ആശയ. മകളെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഉത്കണ്ഠ. എന്തായാലും അച്ഛന് മകളോടുള്ള വാത്സല്യം, സ്നേഹം, ഇത്രയും കാലം കൊട്ടാരത്തിൽ താൻ ലാളിച്ച് വളർത്തിയതാണ്, അരുമയായിട്ട് വളർത്തിയതാണ്, ഒരു കുറവുമില്ലാതെ വളർത്തിയതാണ്. അങ്ങനെയുള്ള അവളെ ഇനി ഒറ്റയ്ക്ക് കാട്ടില് ഒരാളുടെ മാത്രം ആശ്രയത്തിൽ വിട്ടിട്ട് പോവുകയാണ്, കൊട്ടാരത്തിലെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തടത്ത്. അപ്പം മകൾക്ക് വിഷമമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയും ഉത്കണ്ഠയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. സന്തോഷപൂർവ്വമാണ് കൊടുത്തതെങ്കിലും ഒരു ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. വിരഹ ദുഃഖത്തിൻ്റെതാണത്. ഔത്കണ്ഠ്യ ഉന്മദിത ആശയ. അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം, ഉന്മദിതം,
ഉന്മഥിതം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ഇങ്ങനെ തകട്ടി വരിക എന്ന് പറയില്ലേ നമ്മൾ. ആ മനസ്സിലെ വികാരങ്ങൾ ഇങ്ങനെ തള്ളി വന്നുകൊണ്ട് ഉന്മതിത ആശയനായി പരവശനായിക്കൊണ്ട് കലങ്ങിയ കണ്ണോടുകൂടിയവനായിട്ട് തദ്വിരഹം അശക്നുവന്, ആ മകളുടെ വിരഹത്തെ സഹിക്കാൻ പറ്റാത്തവനായിട്ട്, അശക്നുവൻ ശക്തിയില്ലാത്തവനായിട്ട് എന്നർത്ഥം. ആ മകളുടെ വിരഹത്തെ സഹിക്കാൻ ശക്തിയില്ലാത്തവനായിട്ട് ബാഷ്പകലാം മുഞ്ചന്, കണ്ണുനീർ ധാരയെ മോചിപ്പിച്ചുകൊണ്ട്, ബാഷ്പകലാം മുഞ്ചന് അംബ വത്സേ ഇതി ദുഹിദുഹു ശിഖാഹ നേത്രോദൈഹി ആസിഞ്ചത്. മോളെ വത്സേ, അംബ, അംബ എന്ന് പറഞ്ഞാൽ അമ്മേ എന്നാണ് വിളിക്കുക. അമ്മൂ എന്നൊക്കെ വിളിക്കില്ലേ നമ്മൾ മക്കളെ, അമ്മൂ മോളെ എന്നൊക്കെ വിളിക്കും പോലെ അംബ വത്സേ ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ദുഹിദുഹു ശിഖാഹ, മകളുടെ തലമുടിയെ നേത്രോദൈഹി ആസിഞ്ചത്, കണ്ണുനീർ ജലം കൊണ്ട് സേചനം ചെയ്തു, അഭിഷേകം ചെയ്തു. അപ്പൊ മകൾക്ക് കണ്ണുനീർ ധാര കൊണ്ട് അഭിഷേകം ചെയ്തു പാവം അച്ഛൻ. തലയിൽ തലോടിക്കൊണ്ട് അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് അമ്പേ വത്സേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീർ ധാര കൊണ്ട് അഭിഷേകം ചെയ്തു എന്നർത്ഥം. തീർച്ചയായിട്ടും പെൺമക്കളോട് ഏറ്റവും അച്ഛനമ്മമാരിൽ സ്നേഹം കൂടുതൽ എപ്പോഴും അച്ഛന്മാർക്കായിരിക്കും, അമ്മമാർക്ക് ആൺകുട്ടികളോടായിരിക്കും. അതൊരു സൈക്കോളജിക്കലാണ്. എന്നുവെച്ചാൽ അമ്മമാർക്ക് വയസ്സുകാലത്ത് സെക്യൂരിറ്റി കൊടുക്കാൻ പോകുന്നത് ആൺമക്കളാണ് എന്നുള്ളൊരു സൈക്കോളജി. അതുകൊണ്ട് അമ്മമാർക്ക് ആൺമക്കളോടായിരിക്കും ഡിപ്പെൻഡൻസി, സ്നേഹം കൂടുതലൊക്കെ. ഒരു ചെറിയതായിട്ട് എല്ലാവരെയും ഒരുപോലെ തന്നെ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു ഡിപ്പെൻഡൻസി കൂടുതൽ, ആശ്രയഭാവം കൂടുതൽ ആൺമക്കളോടായിരിക്കും, അമ്മമാർക്ക്, സ്ത്രീകൾക്ക്. അച്ഛന്മാർക്ക് പെൺമക്കളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്ത. തങ്ങൾ പൊന്നുപോലെ കൈവെള്ളയിൽ വളർത്തിയ, താലോലിച്ച് വളർത്തിയതായിട്ടുള്ള കുട്ടികൾ ഇനിയിപ്പോൾ ആരാൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. എങ്ങനെയുള്ള അമ്മായിയമ്മയോ, എങ്ങനെയുള്ള അമ്മാനച്ഛനോ, എങ്ങനെയുള്ള ഭർത്താവോ, എങ്ങനെയുള്ള നാത്തൂനോ, അല്ലേ? ആ ഭയം അവരുടെ കയ്യിലേക്ക്, എന്താ പറയുക, ഒരു പുലിക്കൂട്ടിലേക്ക് ഒരു മാൻകുട്ടിയെ ഇട്ട് കൊടുക്കുന്ന പോലെയുള്ള ഭയം അച്ഛന്മാർക്ക് പെൺമക്കളെ കൊടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ പെൺമക്കൾ വിവാഹിതരായിട്ട് പോകുമ്പോൾ അച്ഛന്മാരാണ് ഏറ്റവും സങ്കടപ്പെടുക. ആൺമക്കൾ പിന്നെ വിവാഹം ചെയ്ത് പോവില്ലെങ്കിലും അമ്മമാർക്കാണ് സങ്കടം. എന്തുകൊണ്ട്? പങ്കിടാൻ ആൾ വരുന്നത് കൊണ്ട്. തനിക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന മകൻ്റെ സ്നേഹം ഇപ്പം പിടിച്ചു വാങ്ങാൻ ഒരു അവകാശി, തന്നേക്കാൾ അധികാരം കൂടുതലായിട്ടൊരു അവകാശി വരികയാണ്. വിവാഹം കഴിയുന്നതോട് കൂടിയിട്ട് ഒന്നാം സ്ഥാനം എപ്പോഴും ഭാര്യയ്ക്ക് തന്നെയാണ്, രണ്ടാം സ്ഥാനമാണ് അമ്മയ്ക്ക്. അപ്പം തീർച്ചയായിട്ടും അമ്മമാർക്ക് മകൻ്റെ വിവാഹ സമയത്ത് ദുഃഖമുണ്ടാകുന്നത് ഈ കാരണം കൊണ്ടാണ്, പങ്കിട്ട് പോകുന്നത് കൊണ്ട്. തനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള മുഴുവൻ സ്നേഹത്തെ ഇനിയിപ്പോൾ അവൾ മുക്കാലും പങ്കിട്ടെടുക്കും, ഇനി തനിക്ക് കാൽഭാഗം മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് അമ്മമാരുടെ സങ്കടം. അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്വയംഭൂ മനുവിൻ്റെ സങ്കടത്തെ നമ്മൾ മനസ്സിലാക്കുക, ആ അച്ഛൻ്റെ വാത്സല്യം. അതുപോലെ പെൺകുട്ടികൾക്കും അച്ഛന്മാരോടാണ് ഏറ്റവും അധികം സ്നേഹം ഉണ്ടാവുക. കാരണം അവർ സെക്യൂരിറ്റിക്ക് വേണ്ടി ബാല്യം തൊട്ട് എപ്പോഴും അച്ഛനെയാണ് നോക്കിയിരുന്നത്. പിതാ രക്ഷതി കൗമാരേ. അപ്പോൾ പെൺകുട്ടികളുടെ ഹീറോ അവരുടെ അച്ഛനാണ്. ആദ്യത്തെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ അച്ഛനാണെന്ന് പറയും. പലർക്കും അച്ഛൻ കഴിച്ചിട്ടേ ഉള്ളൂ ലോകത്തിൽ ഏത് പുരുഷനും. ഭർത്താവ് വന്നാൽ പോലും അച്ഛനോട് താരതമ്യം ചെയ്തിട്ടാണ് ഭർത്താവിനെ വിലയിരുത്തുക. എൻ്റെ അച്ഛൻ്റെ അത്ര യോഗ്യതയുണ്ടോ ഇയാൾക്ക് എന്ന് താരതമ്യം ചെയ്യും. എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് എന്നെപ്പോഴും പറയുകയും ചെയ്യും, അല്ലേ? ഇതൊക്കെ നമ്മളെ ചുറ്റും കാണുന്നതാണ്, യഥാർത്ഥമാണ്, സത്യമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് അച്ഛനോടാണ് ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പറ്റിക്കൂടലാണത്. അച്ഛന്മാരെ ആശ്രയിക്കലാണ്. ആൺകുട്ടികൾ പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ സ്വതന്ത്രരാകുന്നു, സ്വന്തം കാലിൽ നിൽക്കാറാവുന്നു. അതുകൊണ്ട് അച്ഛനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ള ധൈര്യം അവർക്കുണ്ട്, ആൺകുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് അച്ഛനോട് ഡിപ്പെൻഡൻസി ഇല്ല.
അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായമായി മീശ മുളച്ചാൽ ഈഗോ തുടങ്ങിയായി. പിന്നെ അവർ തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റും ഒക്കെ എപ്പോഴും ഉണ്ടാവും. അതാണ് ലോക സ്വഭാവം. എക്സംഷൻസ് ആർ ദർ. നല്ലവരുടെ ഇടയിൽ എക്സംഷൻസ് ധാരാളമുണ്ട്. ജനറലൈസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ സമൂഹത്തിൽ കൂടുതൽ കാണുന്നത് ഏതാണെന്ന് പറഞ്ഞതാണ്. എക്സംഷൻസ് ധാരാളമുണ്ട്. അപ്പോൾ പ്രത്താം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യതഃ ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മദിതാശയഃ അശക്നുവൻ തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഃ ആസിഞ്ചതംബവത്സേതി നേത്രോദൈർദുഹിദുശിഖാഃ ആമന്ത്ര്യതം മുനിവരം അനുജ്ഞാതഃ സഹാനുഗഃ പ്രതസ്തേ രഥമാരുഹ്യ സഭാര്യ സ്വപുരം നൃപഃ. ആ നൃപൻ, ചക്രവർത്തിയായ സ്വയംഭൂമനു തം മുനിവരം ആമന്ത്ര്യ, ആ മുനിവരനായിട്ടുള്ള കർദമ പ്രജാപതിയോട് യാത്ര പറഞ്ഞ്, ആമന്ത്രണം ചെയ്യാന്ന് പറഞ്ഞാൽ യാത്രാനുവാദം വാങ്ങിയിട്ട്, അപ്പോൾ മകളെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പൊന്നുപോലെ നോക്കിയ മോളാണ്, ഒരു വിഷമമില്ലാതെ നോക്കണം, അവൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാവും, ശാഠ്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കുറച്ചൊക്കെ ക്ഷമിച്ച് അവളോട് സ്നേഹപൂർവ്വം പെരുമാറണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ അത് പറഞ്ഞു കഴിയും. പിന്നെ കർദമ പ്രജാപതിയെപ്പോൾ ഒരു മഹാത്മാവിനോട് ഇതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും യാത്ര ചോദിച്ചിട്ട് ആമന്ത്ര്യതം മുനിവരം അനുജ്ഞാതഃ, അങ്ങനെ അനുജ്ഞ കിട്ടിയവനായിട്ട് സഹാനുഗഃ, അനുഗന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, സ്വയംഭൂമനുവിൻ്റെ കൂടെ അനുഗമിച്ചു വന്നിട്ടുള്ളവരുണ്ട്, അതാണ് സഹാനുഗഃ. അനുഗമിച്ചു വന്നവരുമായിട്ടും സഭാര്യ, ഭാര്യയോട് കൂടിയവനായിട്ടും ആ നൃപൻ രഥമാരുഹ്യ സ്വപുരം പ്രതസ്തേ, ആ രഥത്തിൽ കയറിയിട്ട് സ്വപുരത്തിലേക്ക് പ്രസ്ഥാനം ചെയ്തു. തൻ്റെ രാജ്യത്തേക്ക്, ബർഹിഷ്മതി എന്ന് പറയുന്നതായിട്ടുള്ള നാട്ടിലേക്ക്, തലസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ രാജ്യം മൊത്തം, ഭൂമി മൊത്തം മനുവിൻ്റെ കീഴിൽ തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരം ബർഹിഷ്മതി എന്ന് പറയുന്ന പുരിയാണ്. അവിടേക്ക് അദ്ദേഹം തിരിച്ചുപോയി എന്നർത്ഥം. ഉഭയോ ഋഷികുല്യായാഹ സരസ്വത്യാഹ സുരോദസോഹ ഋഷീണാം ഉപശാന്താനാം പശ്യൻ ആശ്രമസമ്പദഃ. എവിടേക്കാ പോയെന്ന് പറയണം. ഋഷികുല്യായാഹ സരസ്വത്യാഹ ഉഭയോഹ സുരോദസോഹ ഉപശാന്താനാം ഋഷീണാം ആശ്രമസമ്പദഃ പശ്യൻ പ്രതസ്തേ. അദ്ദേഹം എങ്ങനെയാണ് പ്രസ്ഥാനം ചെയ്തത്? രണ്ട് ഭാഗത്തുമുള്ള രണ്ട് നദികൾ, ഋഷികുല്യായാഹ സരസ്വത്യായാഹ, സരസ്വതിയുടെ, ഋഷികുല്യയായ ഋഷിമാർക്കുള്ള നദിയാണ് സരസ്വതി. മുനിമാർക്ക് ഉചിതമായിട്ടുള്ള നദി ഋഷികുല്യയാകുന്ന സരസ്വതി. ആ സരസ്വതിയുടെ ഉഭയോഹോ സുരോദസോഹോ, രണ്ട് തടങ്ങളിലും രണ്ട് തീരങ്ങളിലും രണ്ട് കരകളിലും ഉപശാന്താനാം ഋഷീണാം ആശ്രമസമ്പദഃ, നല്ല ഉപശമശീലന്മാരായിരിക്കുന്ന, അന്ധക്കരണ ശമം വന്നവരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായ മുനിമാരുടെ ആശ്രമ സമ്പത്തുക്കളെ പശ്യന്, നോക്കിക്കൊണ്ട് അദ്ദേഹം പ്രസ്ഥാനം ചെയ്തു എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ രണ്ട് ഭാഗത്തും ഈ സരസ്വതി നദിയുടെ രണ്ട് കരകളിലുമുള്ള ആശ്രമങ്ങൾ എല്ലാം നോക്കിയിട്ട് അവരെല്ലാം സുഖമായിരിക്കുന്നുവോ, അവരെല്ലാം സ്വസ്ഥരായിരിക്കുന്നുവോ, രാജാവിൻ്റെ ധർമ്മം കൂടിയാണ്. മാത്രമല്ല തൻ്റെ മകളും ഭർത്താവും തനിയല്ല, ഇവിടെ സമാനന്മാരായിട്ടുള്ള ആളുകൾ, ഒരേ സമൂഹം, ഋഷിമാരായിട്ടുള്ള ആളുകൾ ചുറ്റുമുണ്ട്. എന്തൊരാവശ്യം വന്നാലും സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ധൈര്യവുമായി അങ്ങനെ അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഋഷികുല്യായ സരസ്വതിയുടെ രണ്ട് തീരത്തുമുള്ള ആശ്രമ സമ്പത്തുക്കളെ കണ്ടുകൊണ്ട് എന്ന് പറയുന്നത്, പോകുമ്പോൾ വഴിയിലൊക്കെ കണ്ട മഹാത്മാക്കളോടൊക്കെ നമസ്കാരം, കുശലപ്രശ്നം എല്ലാം പറഞ്ഞുകൊണ്ട്, അവർക്ക് വേണ്ടതെല്ലാം യഥേഷ്ടം ലഭിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് രാജാവ് മടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. തമായാന്തം അഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാഃ പതിം ഗീതസംസ്തുതിവാദിത്രൈഃ പ്രത്യുദീയു പ്രഹർഷിതാഃ. അപ്പോൾ ഇദ്ദേഹം
രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്നതറിഞ്ഞ പ്രജകളെല്ലാവരും സന്തോഷിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു എന്ന് പറയണം. ആയാന്തം തം അഭിപ്രേത്യ, ആയാന്തം ആഗമിക്കുന്നവനായ മടങ്ങി വരുന്നവനായ ആ നാഥനെക്കുറിച്ച്, രാജാവിനെക്കുറിച്ച് അഭിപ്രേത്യ അറിഞ്ഞിട്ട്, ബ്രഹ്മാവർത്താത് പ്രജാഹ പ്രഹർഷിതാഹ, ആ ബ്രഹ്മാവർത്തം എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥാനം, ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്തെ മൊത്തം ബ്രഹ്മാവർത്തം എന്ന് പറയും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് കുരുക്ഷേത്രം മുതലായിട്ടുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശം, അപ്പോൾ ബ്രഹ്മാവർത്താത് പ്രജാഹ പ്രഹർഷിതാഹ, ബ്രഹ്മാവർത്തത്തിലെ പ്രജകളെല്ലാം പ്രഹർഷിതരായിട്ട് ഗീത സംസ്തുതിവാദിത്രൈഹി, ഗീതങ്ങളും സ്തുതികളും വാദ്യഘോഷങ്ങളുമൊക്കെ ആയിട്ട് പതിം പ്രത്യുദീയുഹു, പതിയെ പ്രത്യതിരേറ്റു, ഉദീയുഹു എന്ന് പറഞ്ഞാൽ ഉദ് ഈയുഹു, നേർക്ക് വന്ന് സ്വീകരിച്ചു, എതിരേറ്റു വന്ന് സ്വീകരിച്ചു. അപ്പോൾ രാജാവിനെ വളരെ സന്തോഷപൂർവ്വം എതിരേറ്റ് വാദ്യഘോഷങ്ങളോടുകൂടി സ്വീകരിച്ചു. മകളെ, അല്ലേ, സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇവിടെ വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ കല്യാണം കഴിഞ്ഞ് മകളെ ഏൽപ്പിച്ചിട്ട് വരുന്ന രാജാവിനെ സ്വീകരിക്കാൻ പ്രജകളെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എന്ന് പറയണം. ബർഹിഷ്മതി നാമപുരി സർവസമ്പൽ സമന്വിത ന്യപതൻ യത്ര രോമാണി യജ്ഞസ്യ അംഗം വിദുന്വദഃ. ആ പുരിയുടെ പേര് പറയണം. അദ്ദേഹത്തിന്റെ കൊട്ടാരം എവിടെയാണ് നിൽക്കുന്നത്? ബർഹിഷ്മതി നാമ പുരി, ബർഹിഷ്മതി എന്ന പേരുള്ള പുരി. ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭയാണ്. ധാരാളം ദർഭകൾ വിരിയുന്ന യജ്ഞഭൂമി തന്നെയാണ് അദ്ദേഹത്തിന്റെ പുരി. ആ പുരി കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ പറഞ്ഞു തരികയാണ് ഇവിടെ നമുക്ക്. സ്വയംഭൂ മനു എങ്ങനെയുള്ള രാജാവാണ്? അദ്ദേഹം യജ്ഞ സംസ്കാരം നല്ലതുപോലെ ഉൾക്കൊണ്ട് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാജാവാണ്. യഥാ രാജ തഥാ പ്രജ, രാജാവ് എങ്ങനെയാണോ ഈശ്വരാരാധന ചെയ്യുന്നത് അത് കണ്ട് പ്രജകളും ഈശ്വരാരാധന ചെയ്യുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്താത്തവരായിരിക്കും. അപ്പോൾ രാജാവ് തന്നെ മാതൃകയായിട്ട് താൻ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് എപ്പോഴും. അതിനാണ് ബർഹിസ്. ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭ. ആ ദർഭകൾ ധാരാളമുള്ള പുരിയാണ് ബർഹിഷ്മതി എന്ന പേരുള്ള പുരി. ബർഹിഷ്മതി നാമ പുരി സർവസമ്പൽ സമന്വിത. യജ്ഞം ധാരാളം ചെയ്യുന്ന പുരിയിൽ എങ്ങനെ സമ്പദ് സമൃദ്ധി ഇല്ലാതിരിക്കും? യജ്ഞാത് ഭവതി പർജന്യഃ പർജന്യാത് അന്നസംഭവഃ അന്നാത് ഭവന്തി ഭൂതാനി. അല്ലേ, ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ യജ്ഞം ധാരാളം നടക്കുന്നുവോ അവിടെ ധാരാളം മഴയുണ്ടാകുന്നു. എവിടെ ധാരാളം മഴയുണ്ടാകുന്നുവോ അവിടെ ധാരാളം ഔഷധി ലതകളൊക്കെ പുഷ്ടിയോടുകൂടി വളർന്ന് ധാരാളം വിളവെടുപ്പുണ്ടാകുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു. ആ സമൃദ്ധിയുള്ള നാട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമോ? അപ്പൊ തീർച്ചയായിട്ടും ആ യജ്ഞം ബർഹിഷ്മതി എന്ന പേരുകൊണ്ട് എപ്പോഴും ഈശ്വരാരാധന നടക്കുന്ന നാട് എന്നാണ് അർത്ഥം. യാഗങ്ങൾ സമൃദ്ധമായി നടക്കുന്ന നാടാണ് ബർഹിഷ്മതി. അതുകൊണ്ട് തന്നെ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്ന ആ മഴ കൊണ്ട് നാട് സമൃദ്ധമായിരിക്കുന്നു. അതാണ് സർവസമ്പൽ സമന്വിത. ബർഹിഷ്മതി നാമപുരി സർവസമ്പൽ സമന്വിത. എന്താണ് അവിടുത്തെ പ്രത്യേകത? ന്യപതൻ യത്ര രോമാണി. ആരുടെ? യജ്ഞസ്യ. നോക്കൂ, യജ്ഞസ്യ, യജ്ഞനാരാണ്? യജ്ഞവരാഹമൂർത്തി. ആ യജ്ഞവരാഹമൂർത്തിയുടെ രോമാണി എത്ര ന്യപതന്, രോമങ്ങൾ എവിടെ പതിച്ചുവോ അവിടെ. രോമങ്ങൾ എന്ന് പറഞ്ഞാൽ വരാഹമൂർത്തിയുടെ രോമങ്ങളാണ് ദർഭകൾ. ദർഭപ്പുല്ലുണ്ടായത് വരാഹമൂർത്തിയുടെ രോമങ്ങളിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രോമം എവിടെ കൊഴിഞ്ഞു വീണുവോ, എപ്പോൾ അംഗം വിദുന്വദഃ, അദ്ദേഹം തന്റെ ശരീരത്തെ ഒന്ന് കുടഞ്ഞപ്പോൾ, ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നതിന് ശേഷം ഭൂമിയെ യഥാസ്ഥാനം പ്രതിഷ്ഠിച്ച ശേഷം ശരീരത്തിലുള്ള വെള്ളം കുടഞ്ഞു കളയുമ്പോൾ വരാഹം ശരീരം ഒന്ന് കുടഞ്ഞു. അംഗം വിദുന്വദഃ, അംഗത്തെ ഒന്ന് ദൂനനം ചെയ്തപ്പോൾ, ഒന്ന് കുടഞ്ഞപ്പോൾ, ഒന്ന് ശുദ്ധം ചെയ്തപ്പോൾ ആ വെള്ളത്തോടൊപ്പം കുറച്ച് രോമങ്ങളും തെറിച്ചു വീണു.
അങ്ങനെ തെറിച്ചു വീണ രോമങ്ങൾ തന്നെയാണ് അവിടെ ബർഹിസുകളായി ദർഭകളായി ഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ യജ്ഞവരാഹമൂർത്തിയുടെ ദർഭകൾ അല്ലെങ്കിൽ രോമം വീണ സ്ഥലം എന്ന് പറഞ്ഞാൽ ധാരാളം യജ്ഞം നടക്കുന്ന സ്ഥലം എന്ന് തന്നെയാണ് അതിനർത്ഥം. ഈശ്വരാരാധന നടക്കുന്ന സ്ഥലം, യജ്ഞമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് സമൃദ്ധമായ നാട്. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹമുള്ളിടത്ത് തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും ധാരാളം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. ബർഹിഷ്മതി നാമപുരി സർവസമ്പൽ സമന്വിത ന്യപതൻ യത്ര രോമാണി യജ്ഞസ്യാംഗം വിദുന്വതഃ. അപ്പോൾ ഭഗവാന്റെ ആരാധനയ്ക്ക് കുറവുകൾ വരുത്താതിരിക്കുക. ഏത് വീട്ടിലാണോ ഭഗവാന്റെ ആരാധന സമൃദ്ധമായി നടക്കുന്നത് ആ വീട്ടില് എല്ലാ സമൃദ്ധിയും വന്നു ചേരും. ഏത് നാട്ടിലാണോ ഭഗവാന്റെ ആരാധന നല്ലതുപോലെ നടക്കുന്നത് ആ നാട്ടിൽ ഐശ്വര്യം വന്നു ചേരും. ഏത് രാജ്യത്താണോ ഈശ്വര ആരാധന നല്ലതുപോലെ നടക്കുന്നത് ആ രാജ്യം സമ്പൽ സമൃദ്ധമാകും. നോക്കൂ, നമ്മുടെ മോദിജി വന്നതിന് ശേഷം എത്ര ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു. കാശിയായും അയോധ്യയായും സോമനാഥമായും അല്ലെങ്കിൽ അതുപോലെ എത്ര ക്ഷേത്രങ്ങൾ കേദാരനാഥമായും പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ഓങ്കാരേശ്വരത്ത് 2000 കോടി ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ശങ്കര പ്രതിമ, സർദാർ പട്ടേലിന്റെ പ്രതിമയുടെ മാതൃകയിൽ ആദിശങ്കര പ്രതിമ വരുന്നു. പ്രതിമ എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്റ്റാച്യു അല്ല, അത് ആദിശങ്കര ഭഗവത്പാദരുടെ മാഹാത്മ്യം ലോകത്തിന് മനസ്സിലാകാനുള്ളൊരു കേന്ദ്രം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാരതം മുഴുവൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതം സമ്പൽ സമൃദ്ധമാകും, പഴയ ഐശ്വര്യത്തിലേക്ക് തിരിച്ചു പോകും. അതാണ് ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതം. മറ്റു രാജ്യങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് എല്ലാതരം ഗ്രേഡിങ്ങിലും നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും അതൊന്നും പറയില്ല, കള്ളന്മാര്. ഏതൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമോ അതിനുവേണ്ടി വിദേശ ശക്തികളുടെ, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ശക്തികളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഭാരതത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം. അതുകൊണ്ട് അതുകളെയൊന്നും ഒട്ടും വിശ്വസിക്കരുത്. ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയേക്കാൾ, അമേരിക്കയേക്കാൾ, ജർമ്മനിയേക്കാൾ, ബ്രിട്ടനേക്കാൾ, ജപ്പാനേക്കാൾ എത്രയോ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരതം എല്ലാ സമൃദ്ധിയിലും, കേരളം ഒഴികെ. ഭാരതത്തിലെ എല്ലാ അഴുക്കുകളും കൂടി ഈ കേരളത്തിൽ വന്നുകൂടിയിരിപ്പുണ്ട്. അതിവിടെ നിന്ന് തുടച്ചു നീക്കാനുണ്ട്. കേരളത്തിൽ നിന്ന് എന്ന് ഈ അഴുക്കുകൾ തുടച്ചു നീക്കപ്പെടുന്നുവോ അന്ന് മാത്രമേ കേരളം മാത്രം രക്ഷപ്പെടുള്ളൂ. ബാക്കി കേരളത്തിൻ്റെ പുറത്തൊക്കെ അഭിവൃദ്ധി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് മൂക്കുകുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇനിയിപ്പോൾ 1 ലക്ഷത്തിലധികം കടം വാങ്ങിയിട്ട് കേരളത്തെ നശിപ്പിക്കാനുള്ള റെയിൽ എന്ന പദ്ധതിയും ഒടുക്കത്തെ പദ്ധതിയായിരിക്കും കേരളത്തിൻ്റെ നാശത്തിന്. അപ്പോൾ അത് കേരളം ഒഴികെ ബാക്കി ഭാരതം മുഴുവൻ അഭിവൃദ്ധിയിലേക്ക് പോകുന്നത് ഇവിടെ ഈശ്വരാരാധന നന്നായി നടക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിൽ ഈശ്വരാരാധന മര്യാദയ്ക്കാക്കുക, വേണ്ട രീതിയിലാക്കുക, നമ്മുടെ പൂർവീകർ നടത്തിയിരുന്നത് പോലെ ആക്കുക. യജ്ഞ സംസ്കാരം തിരിച്ചു കൊണ്ടുവരിക. എല്ലാ ഐശ്വര്യവും തിരിച്ചു വരും. എല്ലാ ഐശ്വര്യവും തിരിച്ചു വരും. ബർഹിഷ്മതി നാമപുരി സർവസമ്പൽ സമന്വിത ന്യപതൻ യത്ര രോമാണി യജ്ഞസ്യാംഗം വിദുന്വതഃ കുശാകാശാസ്തയേവാസൻ ശശ്വത് ഹരിതവർച്ചസഃ ഋഷയോ യൈഃ പരാഭാവ്യ യജ്ഞഗ്നാനി യജ്ഞമീജിരേ. യജ്ഞഗ്നാൻ യജ്ഞമീജിരേ. അപ്പൊ തേയേവ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഏത് തന്നെ?
വരാഹമൂർത്തിയുടെ രോമങ്ങൾ അതുതന്നെയാണ് ശശ്വത് ഹരിതവർച്ചസഹ, എപ്പോഴും ഹരിത ശോഭയുള്ള പച്ച നിറമുള്ളതായിട്ടുള്ള കുശാകാശാഹ, കുശങ്ങളും കാശങ്ങളുമായി ഭവിച്ചു. കുശപ്പുല്ലുകളും കാശപ്പുല്ലുകളും രണ്ടു തരം പുല്ലുകളാണ്. ദർഭയുടെ തന്നെ വെറൈറ്റികളാണ്. ദർഭ, കറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള പുല്ലുകളാണ്. അപ്പോൾ കുശപ്പുല്ലുകളും കാശപ്പുല്ലുകളുമായിട്ട് ആസന്ന്. യജ്ഞഗ്നാൻ പരാഭാവ്യ ഋഷയ യജ്ഞം ഈജിരേ. യജ്ഞഗ്നാൻ, യജ്ഞങ്ങളെ നശിപ്പിക്കുന്നവരെ പരാഭാവ്യ, തോൽപ്പിച്ചിട്ട് ജയിച്ചിട്ട് അവരെ പരാജയപ്പെടുത്തിയിട്ട് ഋഷയ യജ്ഞം ഈജിരെ, ഋഷികളെല്ലാവരും യജ്ഞത്തെ അനുഷ്ഠിക്കുന്നു, യജ്ഞ സംസ്കാരം നിലനിർത്തുന്നു. അപ്പോൾ ഭഗവാന്റെ ആ വരാഹമൂർത്തിയുടെ കൊഴിഞ്ഞു വീണ രോമങ്ങൾ തന്നെ കുശങ്ങളും കാശങ്ങളുമായി ഭവിച്ചു. ആ ദർഭകൾ കൊണ്ടാണ് ഋഷിമാര് യജ്ഞങ്ങൾ നടത്തി യജ്ഞങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാരെ പരാജയപ്പെടുത്തുന്നത് എന്ന് പറയണം. കുശകാശമയം ബർഹി ആസ്തീര്യ ഭഗവാൻ മനുഹു അയജത് യജ്ഞപുരുഷം ലബ്ധ്വാസ്ഥാനം യതോ ഭുവം. ആ ഭഗവാൻ മനുഹു, ഭഗവാനാണ് ഐശ്വര്യപൂർണനായിട്ടുള്ള മനു, യതഃ ഭുവം സ്ഥാനം ലബ്ധ്വാ, യതഃ ഏതൊരുവനിൽ നിന്ന്, ഏതൊരു ഭഗവാനിൽ നിന്ന് ഭുവഃ സ്ഥാനം ലബ്ധ്വാ ഭൂമിയാകുന്ന സ്ഥാനത്തെ ലഭിച്ചിട്ട് കുശകാശമയം ബർഹിഹി ആസ്തീര്യ, കുശം കാശം എന്ന രൂപമായിട്ടുള്ള ബർഹിസിനെ എന്താ പറയുക, ദർഭ കൊണ്ടുള്ള വിരിയെ വിരിച്ചിട്ട് യജ്ഞപുരുഷം അയജത്, യജ്ഞപുരുഷനായ ഭഗവാനെ യജിച്ചു, യാഗം ചെയ്തു, ഭഗവാനെ പൂജിച്ച് സന്തോഷിപ്പിച്ചു. അപ്പം മനുവും ദർഭകൾ വിരിച്ച് അതിലിരുന്നു കൊണ്ട്, യജമാനനായിരുന്നു കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള യജ്ഞങ്ങൾ ചെയ്തു. ബർഹിഷ്മതീം നാമ വിഭുഃ യാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയ വിനാശനം. ആ വിഭുവായ മനു, വിഭുഹു സർവശക്തനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള മനു, ബർഹിഷ്മതീം നാമ യാം പുരീം നിർവിശ്യ, ബർഹിഷ്മതി എന്ന പേരുള്ള ഏതൊരു പുരിയെ പ്രവേശിച്ചിട്ട്, അതെങ്ങനെയുള്ളത്, തസ്യാം താപത്രയ വിനാശനം ഭവനം പ്രവിഷ്ട, അതിൽ താപത്രയ വിനാശനം, 3 തരത്തിലുള്ള താപങ്ങളെയും നശിപ്പിക്കുന്നത്, ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ താപങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭവനമാണ് ഈ മനുവിന്റെ ഭവനം. അവിടെ പ്രവിഷ്ടനായിട്ട് സമാവിശത്, സുഖമായി വസിച്ചു. കുറെ കാലം കൂടി അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നു ബർഹിഷ്മതി എന്ന ആ പുരി താപത്രയങ്ങളില്ലാത്തതാണ് എന്ന്. എന്തുകൊണ്ട് താപത്രയങ്ങളില്ല? അവിടെ നടക്കേണ്ട സത്സംഗങ്ങൾ, നടക്കേണ്ട സംഗതികൾ, യാഗങ്ങളും യജ്ഞങ്ങളും ഈശ്വരാരാധനയും മുറയ്ക്ക് നടക്കുന്നത് കൊണ്ട് അവിടെ ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ യാതൊരു ബാധകളും ഇല്ല. അവിടെ പ്രളയങ്ങളില്ല, അവിടെ സുനാമികളില്ല, അവിടെ കൊറോണകളില്ല, കള്ളന്മാരില്ല, കൊള്ളക്കാരില്ല, അഴിമതിക്കാരില്ല, ഒരു തരത്തിലുള്ള കൊള്ളരുതായ്മകളും അവിടെ ഇല്ല. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായിട്ടുള്ള ഒരു പ്രശ്നവും ആ ബർഹിഷ്മതി എന്ന പുരിയിൽ ഇല്ലായിരുന്നു. സമ്പൽ സമൃദ്ധവും സുഖ സമാധാന നിരതവുമായിരുന്നു. അങ്ങനെയുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ നമ്മുടെ കേരളവും രക്ഷപ്പെടും. ഇപ്പൊ കേരളം ഇങ്ങനെ തപിക്കുന്നത് ഇതുപോലെയുള്ള ഈശ്വര നിഷേധികളായ, വിരോധികളായ, ധ്വംസകന്മാരായ ഭരണാധികാരികൾ ഭരിക്കുന്നത് കൊണ്ടാണ്. പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, വേണ്ട. ബർഹിഷ്മതീം നാമ വിഭുഃ യാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയ വിനാശനം. സഭാര്യ സപ്രജഃ കാമാൻ ബുഭുജേ അന്യാവിരോധതഃ സംഗീതമാനസത്കീർത്തിഃ സസ്ത്രീഭിഃ സുരഗായകൈഃ പ്രത്യൂഷേഷു അനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേഃ കഥാഃ. അദ്ദേഹം സഭാര്യ, തന്റെ ഭാര്യയോടും, സപ്രജ, തന്റെ പ്രജകളോട് അഥവാ പുത്രന്മാരോടും കൂടെ, സസ്ത്രീഭിഃ സുരഗായകൈഃ, ദേവഗായകന്മാർ, സൂതമാഗത വന്ദികൾ,
അവരുടെ സ്ത്രീകൾ അവരുടെ ഭാര്യമാരോടുകൂടി വന്ന് ഭഗവാൻ ഈ മനുവിനെ കുറിച്ച് കീർത്തിക്കും. സംഗീതമാന സൽകീർത്തി, സമ്യക്കായി ഗാനം ചെയ്യപ്പെടുന്ന സൽകീർത്തിയോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ യശസ്സിനെ ആ ഗായകന്മാരെല്ലാവരും കൂടി കീർത്തിക്കുമായിരുന്നു. അങ്ങനെ സംഗീതമാന സൽകീർത്തി പ്രത്യൂഷേ അനുബദ്ധേന ഹൃദ ഹരേഹേ കഥാഹ ശൃണ്വന് അന്യ അവിരോധത കാമാൻ ബുഭുജേ. പ്രത്യൂഷേ, പ്രത്യൂഷ എന്ന് പറഞ്ഞാൽ ഓരോ ഉഷസ്സിലും ഉഷസ് പ്രതി, ഉഷസ്സുകൾ തോറും രാവിലെ നേരത്തെ അദ്ദേഹം ആദ്യം ചെയ്യുന്നത്, ആദ്യം കേൾക്കുന്നത് എങ്ങനെയാ? അനുബദ്ധേന ഹൃദ, അദ്ദേഹത്തിന്റെ ഹൃദയം അനുബദ്ധം, നല്ലതുപോലെ ചേർത്ത് വെച്ചത്, ശ്രദ്ധയോട് കൂടിയത്, ഉറപ്പിച്ചു വെച്ചത്, ഡെഡിക്കേറ്റഡ് എന്നൊക്കെ അർത്ഥം. അനുബദ്ധേന ഹൃദ ഹരേഹേ കഥാഹ ശൃണ്വന്, ഹരിയുടെ കഥകളെ ശ്രവിച്ചുകൊണ്ട്. അപ്പൊ രാവിലെ നേരത്തെ രാജാവ് കേൾക്കുന്നത് ഭഗവത് മാഹാത്മ്യമാണ്. ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് തൻ്റെ സൂതമാഗത വന്ദികളെ കൊണ്ട് അദ്ദേഹം പാടിപ്പിക്കും. തന്നെ സ്തുതിക്കാനല്ല അദ്ദേഹം പറയുക. ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ കണ്ടു, ഇന്നലെ മെനിഞ്ഞാന്നോ തിരുവാതിരക്കളി അല്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഒരു രാജാക്കന്മാരെ കുറിച്ചും തിരുവാതിരക്കളി ഉണ്ടായിട്ടില്ല. അതിനുള്ള യോഗം ഉണ്ടായി ഇപ്പോൾ നമുക്ക്. ഭാഗ്യം ഭാഗ്യം. ഭഗവാനെ കുറിച്ചാണ്, മഹാദേവനെ കുറിച്ചോ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചോ ദേവിയെക്കുറിച്ചൊക്കെയാണ് തിരുവാതിരക്കളിക്ക് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഗണപതി ഭഗവാനെ കുറിച്ച് തുടങ്ങും, ബാക്കി എല്ലാ ദേവന്മാരെ കുറിച്ചും ആവാം. ഇപ്പം നമുക്ക് പുതിയൊരു ദേവനും കിട്ടിയിട്ടുണ്ട്, സാക്ഷാൽ വിജയദേവൻ. അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള തിരുവാതിരക്കളിയും കണ്ടു നമ്മൾ. ആൾദൈവങ്ങളെ പൂജിക്കരുത് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗതികേട് ആലോചിക്കാം. പാവങ്ങൾ, അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ചാൽ വേണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹം തന്നെ സ്തുതിക്കാൻ വരുന്ന സൂതമാഗത വന്ദികളെ കൊണ്ട് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കാനാണ് പറയുക. കാരണം ഇവിടെ നടക്കുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ ലീലയാണ്. ആ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് താൻ എന്ന ഭാവത്തിൽ ആ മനു തൻ്റെ രാജ്യഭാരം നിർവഹിച്ചു കൊണ്ടിരുന്നു. അപ്പം അത് എന്നും ഓർമ്മിക്കണമെങ്കിൽ ഭഗവാന്റെ മഹിമ അവിടെ പാടപ്പെടണം. അങ്ങനെ ആ സുരഗായകന്മാരും മറ്റുമൊക്കെ രാവിലെ വന്നിട്ട് ഹരേഹേ കഥാഹ ശൃണ്വന്, ഹരിയുടെ കഥകൾ ശ്രവിച്ചുകൊണ്ട് അന്യ അവിരോധത കാമാൻ ബുഭുജെ, കാമങ്ങളെ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ, ബുഭുജെ ഭുജിച്ചു, അനുഭവിച്ചു. വിഷയങ്ങൾ രാജാവായിരിക്കുമ്പോൾ രാജാവിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ അദ്ദേഹം അനുഭവിക്കും. എങ്ങനെ? അന്യ അവിരോധത എന്ന് പറഞ്ഞുകൂടെ. അന്യ അവിരോധത എന്ന് പറഞ്ഞാൽ അന്യ എന്നുള്ള ശബ്ദം കൊണ്ടിവിടെ അന്യ പുരുഷാർത്ഥങ്ങൾക്ക് അവിരോധമായിട്ട്. ധർമ്മ അർത്ഥ മോക്ഷ, അതാണ് അന്യ ശബ്ദം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. കാമങ്ങളെ ഭുജിച്ചു എന്ന് പറയുമ്പോൾ വിഷയങ്ങളെ, സുഖഭോഗങ്ങളെ അനുഭവിച്ചു. ആ സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴും അത് ധർമ്മവിരുദ്ധമായിരുന്നില്ല, അത് അർത്ഥവിരുദ്ധമായിരുന്നില്ല, അത് മോക്ഷവിരുദ്ധമായിരുന്നില്ല. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് കാമങ്ങളെ അനുഭവിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ മനുവിൻ്റെ ജീവിതം. ഒരു ഗൃഹസ്ഥൻ തനിക്ക് വന്നു ചേരുന്ന വിഷയങ്ങളെ, സുഖങ്ങളെയെല്ലാം പരിപൂർണമായി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നും ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കണം. നാളെ കിട്ടിയില്ലെങ്കിൽ അതിൽ സങ്കടമില്ലാതിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ധർമ്മവിരുദ്ധമല്ല, അർത്ഥവിരുദ്ധമല്ല, മോക്ഷവിരുദ്ധമല്ല. തൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന ഒരു കാമത്തിലും അദ്ദേഹത്തിന് താല്പര്യമില്ല. താൻ രാജാവാണ്, ആ രാജഭരണം നിർവഹിക്കാൻ താൻ എന്തൊക്കെ കർത്തവ്യങ്ങൾ ചെയ്യണമോ അത് ചെയ്തുകൊണ്ട് അതിന് വിരുദ്ധമായതൊന്നും ചെയ്യാതെ തനിക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ഭോഗങ്ങളെ അനുഭവിച്ചു. അതുപോലെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ധനം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ച്, അല്ലാതെ ലോകബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അമേരിക്കയിലെ ചികിത്സയ്ക്കൊന്നും പോയിട്ടില്ല മനു. ആളുകളുടെ കുടുക്കയൊക്കെ പൊട്ടിച്ചു വാങ്ങിച്ചിട്ട്, ആടിനെ വിൽപ്പിച്ചിട്ട്, ശമ്പളത്തിൽ നിന്ന് പിടിച്ചു പറി നടത്തിയിട്ട്, അല്ലേ,
പല രീതിയിലാണ് ദുരിതാശ്വാസ ഫണ്ടൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും തൻ്റെ മൂലക്കുരു ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകാൻ ഒരു മടിയുമില്ല, കുടുംബസമേതം. ചിന്തിക്കുക. അപ്പോൾ അർത്ഥവിരുദ്ധമാകരുത്. നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നോക്കിയിട്ട് ബഡ്ജറ്റ് ഉണ്ടാവണം ഓരോ കാര്യങ്ങൾക്കും. ആ ബഡ്ജറ്റിനനുസരിച്ച് വേണം ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സ്വന്തം സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴും അത് രാജ്യത്തിന്റെ ക്ഷേമത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം. അതാണ് ഇവിടെ അന്യ അവിരോധത. അതുപോലെ മോക്ഷം എന്നുള്ള പുരുഷാർത്ഥത്തിനും വിരുദ്ധമാകരുത്. നമ്മൾ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും നാളെ നമുക്ക് ഇതിന്റെ അടിമത്തം ഉണ്ടാവരുത്. എന്നും ആ മോക്ഷത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കാൽ വെച്ചിരിക്കണം. നമ്മുടെ ഒരു കാല് മോക്ഷത്തിലാണ്. എപ്പോൾ വേണമെങ്കിൽ ഇത് ഉലയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭൗതികമായ സുഖഭോഗങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഇല്ലാതാവാം. അപ്പോൾ അതിൽ നിന്ന് കാല് പൊക്കി വെച്ച് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റണം. രാമകൃഷ്ണ പരമഹംസർ പറയും പോലെ ലോക ജീവിതം നയിക്കുമ്പോൾ, ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കുട്ടിയെടുത്തോളൂ, ഒരു കൈ കൊണ്ട് അടുക്കള പണിയൊക്കെ ചെയ്തോളൂ, മറ്റേ കൈ ഭഗവാനെ മുറുക്ക പിടിച്ചുകൊണ്ട്. ഒരു കൈ ഭഗവാനെ മുറുക്ക പിടിക്കുക, ഒരു കൈ കൊണ്ട് അവനവന്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നാലും പിടിവള്ളി ഇല്ലാതായാലും നമുക്ക് മുകളിൽ പിടിച്ചിരിക്കുന്ന കൈ അങ്ങോട്ട് മുറുക്കി പിടിക്കാം. അതുപോലെ അദ്ദേഹവും അന്യ അവിരോധത, ധർമ്മ അർത്ഥ മോക്ഷ വിരുദ്ധമല്ലാതെ രാജകീയമായിട്ടുള്ള ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. തനിക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള, പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന ഒന്നും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ താൻ അതിൻ്റെ അടിമയായിരുന്നില്ല ഒരിക്കലും. ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഏതൊക്കെ അനുഭവിക്കണോ അതൊക്കെ അനുഭവിച്ചു. അതാണ് സഭാര്യ സപ്രജക്കാമാൻ ബുഭുജേ അന്യാവിരോധത സംഗീതമാനസത്കീർത്തി സസ്ത്രീഭിസുരഗായകൈ പ്രത്യൂഷേഷു അനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേഃ കഥാ നിഷ്ണാതം യോഗമായാസു മുനിം സ്വയംഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗാഃ ന ശേകുഃ ഭഗവൽപരം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, യോഗമായാസു നിഷ്ണാതം. യോഗമായ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ കാര്യങ്ങളിൽ നിഷ്ണാതനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വ്യവഹാരങ്ങളിലൊക്കെ പ്രഗത്ഭനാണ്, ലൗകികമായ കർമ്മങ്ങളിലൊക്കെ പ്രഗത്ഭനാണ്. എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് സാമർഥ്യമുണ്ടായിരുന്നു. എങ്കിലും ഭഗവൽപരം, അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും ഭഗവാനിൽ ഉറച്ചതായിരുന്നു. ലോകവ്യവഹാരങ്ങളൊക്കെ നന്നായി ചെയ്യുമ്പോഴും മനസ്സ് ഭഗവാനിലായതുകൊണ്ട് സ്വയംഭുവം മുനിം മനും. ആ സ്വയംഭുവ മനു സ്വയം ഒരു മുനിയായിരുന്നു. മുനി എന്നാലോ അന്തർമുഖനുമായിരുന്നു. അദ്ദേഹം രാജർഷിയായിരുന്നു. ഒരേ സമയം പുറത്ത് രാജാവാണെങ്കിലും അദ്ദേഹം ആന്തരികമായി മുനിതുല്യമായിട്ടുള്ള ഒരവസ്ഥയെ പ്രാപിച്ചിരുന്നു. എല്ലാറ്റിൽ നിന്നും ഉള്ളിലേക്ക് തിരിയാൻ അദ്ദേഹത്തിന് സാമർഥ്യമുണ്ടായിരുന്നു. വിഷയങ്ങളാലൊന്നും അദ്ദേഹം മോഹിതനായിരുന്നില്ല, മൂഢനായിരുന്നില്ല. പൂർണ്ണ സ്വതന്ത്രനായിരുന്നു, അന്തർമുഖനായിരുന്നു. അങ്ങനെയുള്ള മുനിം മനും, മുനിവായ മനുവിനെ ഭ്രംശയിതും, അദ്ദേഹത്തിനെ ഭ്രംശിപ്പിക്കുവാനായിക്കൊണ്ട്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ മോക്ഷമാർഗത്തിൽ നിന്നും അദ്ദേഹത്തിന് വീഴ്ചയുണ്ടാക്കുവാനായിക്കൊണ്ട് ഭോഗാഹ യഥാന ശേകുഹു തഥാ കാമാൻ ബുഭുജേ എന്ന് അർത്ഥം. ഈ ഭോഗങ്ങളൊക്കെ അദ്ദേഹം ഭുജിക്കുമ്പോഴും ആ ഭോഗങ്ങൾക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ, അദ്ദേഹത്തെ അധപ്പതിപ്പിക്കാനൊന്നും സാമർഥ്യം ഉണ്ടായിരുന്നില്ല. ഭോഗങ്ങളൊക്കെ ഭുജിച്ചപ്പോഴും അദ്ദേഹം യോഗി തന്നെ ആയിരുന്നു എന്നർത്ഥം. ഒരേ സമയം അദ്ദേഹം യോഗിയും എന്നാൽ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചും ഇരുന്നു. ആ ഭോഗങ്ങൾക്ക് അദ്ദേഹത്തെ കുലുക്കാനൊന്നും പറ്റിയില്ല. അയാതയാമാഹ തസ്യാസൻ യാമാ സ്വാന്തരയാപനാഹ ശൃണ്വതോ ധ്യായതോ വിഷ്ണോഃ കുർവതോ ബ്രുവത കഥാഃ. തസ്യ യാമാഹ സ്വാന്തരയാപനാഹ. സ്വന്തരം എന്ന് പറഞ്ഞാൽ സ്വമന്വന്തരം, സ്വയംഭുവ മന്വന്തരം, 71 ചതുർയുഗങ്ങൾ.
അതിൻ്റെ യാപനാഹ, അതിൻ്റെ കാലയളവുകൾ, യാമങ്ങൾ, ഓരോ യാമങ്ങളും ഓരോ 3 മണിക്കൂറിനെയും യാമം എന്ന് പറയാം. ആ യാമങ്ങൾ അയാതയാമാഹ തസ്യ ആസൻ, തസ്യ അയാതയാമാഹ ആസൻ, അയാതയാമങ്ങളായി എന്ന് പറഞ്ഞാലോ ഒന്നും വെറുതെ പോയില്ല എന്നർത്ഥം. ഒരു യാമവും വ്യർത്ഥമാക്കാതെ, ഒരു അല്പസമയം പോലും പാഴാക്കിക്കളയാതെ എന്ത് ചെയ്തു? ഭഗവൽ കഥാഹ ശൃണ്വതോ ധ്യായതോ കുർവതോ ബ്രുവതഃ വിഷ്ണോഹോ കഥാഹ, വിഷ്ണുവിൻ്റെ കഥകളെ, ഭഗവാന്റെ കഥകളെ ശൃണ്വതഃ, മഹാത്മാക്കൾ വരുമ്പോൾ അവരിൽ നിന്ന് കേട്ടുകൊണ്ടും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ധാരാളം സമയമുണ്ടാക്കി, ധ്യായതഃ, ഭഗവാന്റെ കഥകളെ ചിന്തിക്കുന്നവനായിക്കൊണ്ടും ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നവനായിട്ടും, കുർവതഃ, ഭഗവാന്റെ സേവകൾ ചെയ്യുന്നവനായിക്കൊണ്ടും, ബ്രുവതഃ, ഭഗവാനെക്കുറിച്ച് വായ തുറന്നാൽ മറ്റുള്ളവരോട് പറയുന്നതും ബ്രവിക്കുന്നതുമെല്ലാം ഭഗവാന്റെ കഥകൾ. അങ്ങനെ ചെവി കൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ട്, മനസ്സുകൊണ്ട് ഭഗവാന്റെ ധ്യാനം ചെയ്ത്, കൈകൾ കൊണ്ട് ഭഗവാന്റെ സേവ ചെയ്ത്, വായ കൊണ്ട്, നാവ് കൊണ്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം വളരെ മൂല്യവത്തായി, വർദ്ധിയായിട്ട് സ്പെൻഡ് ചെയ്തു എന്നർത്ഥം. ഒരു നിമിഷം പോലും പാഴാക്കാതെ. അയാതയാമാസ്തസ്യാസൻ യാമാസ്വാന്തരയാപനാഹ ശൃണ്വതോ ധ്യായതോ വിഷ്ണോഹോ കുർവതോ ഭഗവത്കഥാഃ സയേവം സ്വാന്തരം നിന്യേ യുഗാനാമേക സപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയഃ. വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയഃ. വാസുദേവൻ ഭഗവാൻ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനായ വാസുദേവനോടുള്ള പ്രസംഗം, പ്രകർഷേണയുള്ള സംഘം, ചർച്ച, ആ ഭഗവാനോടുള്ള ചർച്ച കൊണ്ട് പരിഭൂത ഗതിത്രയഃ, ഗതിത്രയങ്ങളെ പരിഭൂതം, പരിഭൂതം എന്ന് പറഞ്ഞാൽ പരിഭവിപ്പിക്കുക, കീഴ്പ്പെടുത്തുക. ഗതിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ താപത്രയങ്ങൾ തന്നെയാണ്. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ ദുഃഖങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിയിട്ട് ഒരു ദുഃഖങ്ങളും അദ്ദേഹത്തെ ബാധിച്ചില്ല. ആദിഭൗതികമായിട്ടുള്ളതോ ആദിദൈവികമായിട്ടുള്ളതോ ആധ്യാത്മികമായിട്ടുള്ളതോ ആയിട്ടുള്ള ദുഃഖങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അങ്ങനെ പരിഭൂതഗതിത്രയഃ സഹ സ്വാന്തരം, തൻ്റെ മന്വന്തരം, അന്തരം എന്ന് പറഞ്ഞാൽ അവിടെ മന്വന്തരം, യുഗാനാം ഏകസപ്തതിം, യുഗങ്ങളുടെ 71, സപ്തതി 70, ഏകസപ്തതി 71. അപ്പോൾ 71 ചതുർയുഗങ്ങളെ നിന്യേ, നിന്യേ എന്ന് പറഞ്ഞാൽ കഴിച്ചുകൂട്ടി, നയിച്ചു എന്നർത്ഥം. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ 71 ചതുർയുഗമായിട്ടുള്ള മന്വന്തരത്തെ അദ്ദേഹം ഭഗവത് സ്മരണ കൊണ്ട്, ഭഗവത് സേവയാക്കി മാറ്റിക്കൊണ്ട് താപത്രയങ്ങളാൽ ബാധിക്കപ്പെടാത്തവനായി കഴിച്ചുകൂട്ടി. സയേവം സ്വാന്തരം നിന്യേ യുഗാനാമേക സപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയഃ. മന്വന്തര കഥകളൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് കാല അളവുകളൊക്കെ പറഞ്ഞുതരാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. ആ പകലിൽ 14 മനുക്കളാണ്, മന്വന്തരങ്ങളാണ്. അപ്പോൾ അതിനെ 1000/14 71 പോയിന്റ് സംതിങ്, അതാണ് ഒരു മനുവിൻ്റെ കാലം, 71 ചതുർയുഗം എന്ന് പറയുന്നത്. ശാരീരാമാനസാ ദിവ്യാഃ വയ്യാസേയേ ച മാനുഷാഃ ഭൗതികാശ്ച കഥം ക്ലേശാഃ ബാധന്തേ ഹരിസംശ്രയം. ഹേ വയ്യാസേ, ഇവിടെ വിതുരനെ മൈത്രേയൻ സംബോധനയാണ്. വയ്യാസേ, വയ്യാസേ എന്ന് പറഞ്ഞാൽ വ്യാസപുത്ര. ഹേ വ്യാസപുത്രനായ വിതുര, ശാരീരാഹ മാനസാഹ ദിവ്യാഹ മാനുഷാഹ ഭൗതികാഹ ക്ലേശാഹ ഹരിസംശ്രയം കഥം ബാധന്തേ. ഹരിസംശ്രയം, ഹരിയെ ആശ്രയിച്ചവനെ കഥം ബാധന്തേ, എങ്ങനെ ബാധിക്കും? എന്ത്? ക്ലേശാഹ, ക്ലേശങ്ങൾ എങ്ങനെ ബാധിക്കും? ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നവരെ ഒരു ക്ലേശങ്ങളും ബാധിക്കില്ല. അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഏതൊക്കെ ക്ലേശങ്ങൾ? ശാരീരാഹ ക്ലേശാഹ, നമ്മുടെ ശാരീരികമായ ക്ലേശങ്ങൾ, അല്ലേ? രോഗാദി ദുരിതങ്ങൾ, വിശപ്പ്, ദാഹം മുതലായ ക്ലേശങ്ങൾ, ക്ഷീണം, ഇതൊക്കെ ശാരീരിക ക്ലേശങ്ങളാണ്. ഭഗവാനെ ആശ്രയിച്ചവരെ ശാരീരിക ക്ലേശങ്ങൾ എങ്ങനെ ബാധിക്കാനാണ്? മാനസാഹ, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, ദുഃഖമുണ്ടാക്കുന്നതായിട്ടുള്ള ക്ലേശങ്ങൾ, അതും ഈശ്വരനെ ആശ്രയിച്ചവരെ ബാധിക്കില്ല. ദിവ്യാഹ, ദേവന്മാരിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ആദിദൈവികങ്ങളായ ക്ലേശങ്ങൾ,
അല്ലേ, അതിവൃഷ്ടി, അനാവൃഷ്ടി, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ദേവന്മാരിൽ നിന്നുണ്ടാകുന്ന കോപങ്ങളാണ്, ദുഃഖങ്ങളാണ്. ദിവ്യാഹ മാനുഷാഹ, ചുറ്റുപാടുള്ള മനുഷ്യന്മാരിൽ നിന്നുണ്ടാവുന്ന ദ്രോഹങ്ങൾ, ഉപദ്രവങ്ങൾ, അതും ബാധിക്കില്ല ആരെ? ഹരിസംശ്രയം. ഭൗതികാഹ, ഭൗതികാഹ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിലുള്ള ജീവജാലങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ കാറ്റ്, വെയില്, മഴ, അല്ലെ, വെള്ളം, തീയ മുതലായിട്ടുള്ള ഭൂതങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള ക്ലേശങ്ങളും കഥം ബാധന്തേ, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന, സത്യം പരം ധീമഹി എന്ന് ഉറച്ചിരിക്കുന്ന ഒരാളെ എന്ത് ബാധിക്കുന്നില്ല? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേശയന്ത്യാപഃ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയമക്ലേദ്യോ ശോഷ്യയേവ ച നിത്യഃ സർവഗതസ്ഥാണുഃ അചലോയം സനാതനഃ എന്നിങ്ങനെ ഉറച്ചിരിക്കുന്ന ഒരാൾക്ക് എന്ത് ദുഃഖം, എന്ത് വിഷമം, ഒരു ക്ലേശവും അയാളെ എങ്ങനെ ബാധിക്കും? യഃ പൃഷ്ടോ മുനിഭിഃ പ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിതഃ സദാ. ആ മനുസ്മൃതിയെ കുറിച്ച് പറയണം. ആ മനുവാണ് മനുസ്മൃതിയുടെ കർത്താവ്. അപ്പൊ അദ്ദേഹം യഹ, ഏതൊരു മനുവാണോ, സദാ സർവഭൂതഹിതഃ, എപ്പോഴും സർവചരാചരങ്ങളുടെയും ഹിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല, സകല ജീവരാശികളുടെയും, സസ്യലതാദികളുടെയും, പ്രകൃതിയുടെയും, പുഴകളുടെയും, മലകളുടെയും ഒക്കെ രക്ഷയില്, പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതെ, അതാണ് സർവഭൂതഹിതേരതൻ. അപ്പോ സർവഭൂതഹിത സദാ, സദാ സർവഭൂതഹിത. അങ്ങനെയുള്ള മനു മുനിഭിഹി പൃഷ്ട, മുനിമാരാൽ ചോദ്യം ചെയ്യപ്പെട്ടവനായിട്ട്, നൃണാം ധർമാൻ വർണ്ണാശ്രമാണാം നാനാവിധാൻ ശുഭാൻ ധർമാൻ പ്രാഹ. നൃണാം നരന്മാർക്ക് ധർമ്മങ്ങളെ, ഇങ്ങനെയുള്ള ധർമ്മങ്ങളൊക്കെ, വർണ്ണാശ്രമാണാം ഓരോ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും തനിത്തനിയെ ഉള്ളതായിട്ടുള്ളതും, നാനാവിധാൻ ശുഭാൻ ധർമാൻ പല പ്രകാരത്തിലുള്ളതായിട്ടുള്ള ശോഭനങ്ങളായ ധർമ്മങ്ങളെയും പ്രാഹ പറഞ്ഞു. അപ്പൊ സാമാന്യധർമ്മം, വിശേഷധർമ്മം, അല്ലേ, രാജധർമ്മം, സ്ത്രീധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം, പതിവ്രതാധർമ്മം എന്നൊക്കെ പറഞ്ഞ് ധർമ്മങ്ങളുണ്ട്. പുത്രധർമ്മം, അതുപോലെ ബ്രാഹ്മണധർമ്മം, ക്ഷത്രിയധർമ്മം, വൈശ്യധർമ്മം, ശൂദ്രധർമ്മം, ബ്രഹ്മചാരീധർമ്മം, ഗൃഹസ്ഥധർമ്മം, വാനപ്രസ്ഥധർമ്മം, സന്യാസധർമ്മം, ഇങ്ങനെ ഓരോ ധർമ്മങ്ങൾ വിശേഷമായിട്ടും സാമാന്യമായിട്ടും. അതുപോലെ ആപദ്ധർമ്മങ്ങളുണ്ട്. ആപത്ത് വരുമ്പോൾ എന്തെല്ലാം നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം, ഏതൊക്കെ കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാം, ആപത്ത് വരുമ്പോൾ ഒഴിവാക്കാവുന്നത് എന്തൊക്കെയാണ്, അതിനുശേഷം ആപത്ത് മാറിയാൽ അതിന് പ്രായശ്ചിത്തം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ഇത്യാദികൾ പറയുന്ന ധർമ്മങ്ങൾ. അതാണ് മനുസ്മൃതി. അപ്പോൾ ആ മനുസ്മൃതിയെ മുനിമാർക്കായിട്ട് ഉപദേശിച്ചതാണ്. സർവജ്ഞനായിട്ടുള്ള മനു, ഈശ്വരന്റെ അവതാരമൂർത്തിയായിട്ടുള്ള മനു തന്നോട് ചോദ്യം ചെയ്ത മുനിമാർക്ക് വേണ്ടി ഉപദേശിച്ചതാണ് മനുസ്മൃതി എന്ന ധർമ്മശാസ്ത്രം. യഃ പൃഷ്ടോ മുനിഭിഃ പ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിതഃ സദാ. സർവചരാചരങ്ങളുടെയും ഹിതം കാണുന്ന ഒരാൾക്ക് അത്രയും നല്ലൊരു ധർമ്മശാസ്ത്രം രചിക്കാൻ കഴിയുള്ളൂ. മറ്റതൊക്കെ വികലമാണ്. നമ്മൾ മറ്റ് മതഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അവർ മനുഷ്യരുടെ മാത്രം കാര്യം നോക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. മനുഷ്യരുടെ മാത്രമല്ല, അത് സങ്കുചിതമായിട്ടുള്ള പലതും അതിൽ പറഞ്ഞും വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇപ്പൊ സർവഭൂതഹിതം കാണുന്നവരായിരിക്കണം ലോകത്തിനെ വഴി കാണിക്കുന്നവർ. ലോകത്തിന് മുഴുവനായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ, അല്ലാതെ അല്പന്മാർക്ക് സാധിക്കുന്നതല്ല. ഏതത്തെ ആദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയസ്യ തദപത്യോദയം ശൃണു. അടുത്ത അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ വരുന്ന കഥയിലേക്കുള്ളതായിട്ടുള്ള ബീജാവാപം ചെയ്തു ഈ ശ്ലോകത്തിൽ. എന്താണ്? ഏതത്തെ ആദിരാജസ്യ മനോഹോശ്ചരിതം അത്ഭുതം വർണ്ണിതം. ഏതത്, ഇത്രയും നേരം പറഞ്ഞത് ആദിരാജാവായ മനുവിന്റെ ചരിതമാണ്, അത്ഭുതമായ ചരിതമാണ്. ആർക്ക് പറഞ്ഞു? തേ, നിനക്കായിക്കൊണ്ട് വർണ്ണിതം വർണ്ണനീയസ്യ.
വർണ്ണനീയനാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടതാണ്. അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് കൊണ്ട് ഗുണം എന്താണ്? എന്താണ് മനുഷ്യത്വം, എന്താണ് രാജധർമ്മം, എന്താണ് ഗൃഹസ്ഥധർമ്മം, ഇതൊക്കെ കണ്ടുപഠിക്കാം. അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ നമ്മൾ വർണ്ണിക്കും തോറും നമ്മൾക്കും ആ കാര്യത്തിൽ സംശയമില്ലാതെയാവും. നമുക്ക് ജീവിതത്തിലൊരു മാതൃക കിട്ടും. എങ്ങനെയാണ് നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ നമുക്ക് ജീവിച്ച് വഴി കാണിച്ചു തന്നിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ചരിതം വർണ്ണിക്കുന്നത്. വർണ്ണനീയനാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോൾ വർണ്ണനീയസ്യ വർണ്ണിതം എന്നിട്ട് പറയുന്നു തത് അപത്യോദയം ശൃണു. തത് തസ്യ അപത്യ ഉദയം. അപത്യം സന്തതിയുടെ ഉദയം എന്ന് പറഞ്ഞാൽ വൃദ്ധി. അപ്പൊ സന്തതികളുടെ ചരിത്രത്തെ, സന്തതികൾ വർദ്ധിച്ചു വന്ന ചരിത്രത്തെയൊക്കെ കേട്ടോളൂ. ആദ്യം പറയാൻ പോകുന്നത് ദേവഹൂതി എന്ന സന്തതിയുടെ ഉദയത്തെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആകൂതി, പ്രസൂതി, ഉത്താനപാദൻ, പ്രിയവ്രതൻ മുതലായ സന്തതികളുടെ ഉദയത്തെ പിന്നീട് പറയും. അപ്പോൾ അദ്ദേഹത്തിന്റെ അപത്യത്തിന്റെ ഉദയം കേട്ടോളൂ, ഇതാ പറയാം എന്ന് പറഞ്ഞ് ഒരു ആകാംക്ഷയെ ജനിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ കർദമന്റെ ഗാർഹസ്ഥ്യം, ദേവഹൂതിയും കർദമനുമായിട്ടുള്ള ഗാർഹസ്ഥ്യം വർണ്ണിക്കാൻ പോകുന്നു. നമുക്കത് നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ കാണാൻ. വൈകിട്ട് എടുക്കുന്നില്ല എന്ന് നമുക്ക് ചെറിയ റെസ്റ്റ് കൂടെ വേണം, എന്നിട്ട് എടുക്കാം. ഹരി ഓം. നാളെ കാണാം. ഭാഗവത ജ്ഞാനഗംഗ നാളെ തുടരും. എല്ലാവർക്കും വീണ്ടും വീണ്ടും മകര പൊങ്കൽ ആശംസകൾ, സംക്രാന്തി ആശംസകൾ, ഉത്തരായന ആശംസകൾ, എല്ലാ ഐശ്വര്യങ്ങളും ആശംസിക്കുന്നു. ഹരി ഓം.